സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളോ എനിക്കേകിടൂ ദയാനിധേ. അർഹിക്കാത്ത നന്മകളോ എനിക്കേകിടൂ ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകുമോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകുമോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യദൈവമേ, ഈ മിഷൻ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുവാൻ അങ്ങിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഇപ്പോൾ ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിഹിതരായിരിക്കുന്ന കർത്താവേ, അങ്ങ് ഈ വീടിനെ ശുദ്ധീകരിക്കുകയും ഈ വീടിന്റെ നാഥനായി എന്നും ഇതിൽ വസിക്കുകയും ചെയ്യണമെന്ന് നസ്രയത്തിലെ ഭവനത്തിന്റെ നാഥനായിരുന്ന യേശു മശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള ഗീതം പാടി വീടിന് ചുറ്റും ഒരു തവണ വിരമിച്ചതിന് ശേഷം നമ്മൾ തുറന്നു പ്രാർത്ഥിച്ച് ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ സ്തുതി
ഈ മിഷൻ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് അഭിമന്യ തിരുമേനയോട് ആവശ്യപ്പെടുന്നു. പ്രതിഷ്ഠാപത്രം. ദൈവത്തിൽ വന്യപിതാവായുള്ളവയും ഈ മിഷൻ ഭവനം ദൈവത്തിന്റെ മഹത്വത്തിനായും ദക്ഷിണേന്ത്യാ സഭയുടെ ആരാധനയ്ക്കായി വരുന്ന ശുശ്രൂഷകളുടെ താമസത്തിനുമായി പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ലക്ഷ്യമായി ഞാൻ ഈ സഭയുടെ നാമത്തിൽ ഇതിന്റെ താക്കോലും പ്രതിഷ്ഠാപത്രവും അങ്ങേ ഏൽപ്പിക്കുകയും ഈ കെട്ടിടം സഭാ ശുശ്രൂഷയുടെ താമസിച്ച് വേല ചെയ്യുന്നതിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്നതിന് അങ്ങയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മിഷൻ ഭവനം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഇത് പ്രതിഷ്ഠിച്ച് വേർതിരിക്കാം. ഇത് പ്രതിഷ്ഠിച്ചതിന് ശേഷം നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 263 ഗീതമാണ് പാടുന്നത് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. 263 ഗീതം നമ്മൾ പാടി ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നു.
ഈ ഭവനത്തിനും ഇതിൽ പ്രവേശിക്കുന്നവർക്കും പാർക്കുന്നവർക്കും എന്നേക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനും ഇവിടെ കാലാകാലങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി സഭാസദർക്ക് വരുന്ന ദൈവദാസന്മാരുടെ അധിവാസത്തിനുമായി ഈ ഭവനം നാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും
സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവർത്തികളും ഞങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ അപരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കൊടുക്കും നിന്റെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്തതൊക്കെ ഇതിന്റെ ബഹുമാനമുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പെടുക്കുകയും ഇതിലൂടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും ബലമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങളിൽ അങ്ങ് ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഈ കുടുംബത്തിന് നാഥനും ഈ ഭവനത്തിന് രക്ഷകനുമായി അങ്ങേ അംഗീകരിക്കുവാൻ ഈ വീട്ടിൽ പാർക്കുന്ന അങ്ങയുടെ മക്കളെ നിരന്തരമായ ആശ്രയവും വിനയവും വിശ്വസ്തതയും നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സങ്കീർത്തനം തുടർന്ന് വേദപാഠം. സങ്കീർത്തനം 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കിടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ലേഖനവേദപാഠം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ. 9-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ 9-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പൂഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുകയും. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. നമുക്ക് ചേർന്ന് ചെല്ലാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം.
മനുഷ്യരൊക്കെ നിന്നിൽ നിന്നല്ലോ വരുന്നത് നിന്റെ ബഹുത്വത്തിനും നിന്റെ മക്കളുടെ അധിവാസനമായി ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിന് അങ്ങിൽ ലഭിച്ചില്ല നടത്തിയവൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്തപ്പുറമായി ഈ ഭവനത്തെ ഇതിൽ പാർക്കുന്നവരെ അനുഗ്രഹിച്ച് നിന്റെ മൗത്വത്തിനായി ഉപയോഗിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നീ വീട് പണിയാതിരുന്നാൽ പണിതവർ വൃഥ അധ്വാനിക്കുന്നു. നീ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഈ വീട് പണിയുന്നതിനായി ഈ പ്രിയപ്പെട്ട സഭയ്ക്ക് നൽകിയ സഹായവും അനുഗ്രഹം നൽകിയതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടെ മേലും ഈ കെട്ടിടം നിർമ്മിക്കുന്നതിൽ സഹായിച്ച എല്ലാവരുടെ മേലും ഉണ്ടായ നിന്റെ കരുതലിനായും സംരക്ഷണത്തിനായും ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്നോട് ഇന്നും നന്ദിവരായിരിക്കുവാനും ഇനിയും സഹായിക്കുവാൻ നിന്റെ കരം ശക്തമാണെന്ന് ഉറപ്പുള്ളവരായിരിക്കുവാനും നിന്റെ പൂർണ്ണഹിതം നിറവേറ്റുവാൻ സദാ സന്നദ്ധനായിരിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരണത്തിനായും പ്രാർത്ഥിക്കുമാളെയും മുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാകുന്നുവല്ലോ. ഈ സ്വീകരണ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും നിനക്ക് മഹത്വം വരുത്തുകയും പ്രസാദനവും ആയിരിക്കേണ്ടതിന് അതിഥികളെയും ആതിഥേയരെയും തിരു സാന്നിധ്യത്താൽ സജ്ജീകരിക്കണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും കൂട്ടായ്മയെ ബലപ്പെടുവാനും പരസ്പരം അഭിവൃദ്ധിപ്പെടുത്തുവാനും നിന്റെ ദാസരെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഹൃദയോടെ കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും പരിപാലനമായ ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായുള്ള ഈ സ്ഥലത്തെ നിന്റെ സാന്നിധ്യം നിന്റെ ദാസരെ രൂപാന്തരപ്പെടുത്തി അവർ പ്രാർത്ഥനയിലൂടെ ദൈവസംസർഗം അനുഭവിപ്പാനും പുതുശക്തി പ്രാപിക്കുവാനും സഹായിക്കണമേ. ആത്മാവിലും സത്യത്തിലും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധനയ്ക്ക് പ്രസാദകരമായ യാഗമായി സ്വീകരിച്ച് അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നയോളം തുണച്ചൻ എന്നുള്ള കീർത്തനം അതിൽ ഓരോരോ ചരണങ്ങൾ പാടി നമ്മൾ ഓരോരോ മുറികൾ പ്രദർശിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഓഫീസ് നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദിവ്യവിചാരണയിൽ വിവിധ സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും അങ്ങയുടെ ഹിതാനുസരണം പ്രവർത്തിപ്പാൻ അവിടുന്ന് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ദൈവമഹത്വത്തിനും ജനങ്ങളുടെ സേവനത്തിനും വേണ്ടി ഉദ്യമിക്കുവാൻ ഈ മുറിയിൽ പ്രവർത്തിക്കുന്ന നിന്റെ എല്ലാ ദാസന്മാരെയും സഹായിക്കുമാറാകണമേ. ഇവിടെ വെച്ച് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് ഐശ്വര്യപ്പെടുത്തണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ ഏർപ്പാടുകളും അങ്ങേക്ക് പ്രസാദനമായിരിക്കാൻ അവിടുത്തെ മക്കൾക്ക് ആവശ്യമായ ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിടക്കുമുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഭയാശങ്കകളിൽ നിന്ന് വിടുതലും ഹൃദയത്തിന് സമാധാനവും നൽകുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. തങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവാനും സമാധാനത്തോടെ വിശ്രമിച്ച് പുതുശക്തിയും ചൈതന്യവും പ്രാപിക്കുവാനും അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. അവർ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം ഇവർക്ക് കോട്ടയായിരിക്കണമെന്ന് ഞങ്ങൾ രക്ഷകനായ യേശു മശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിടപ്പുറ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാതാവായ ദൈവമേ, അങ്ങിൽ വിശ്രമിക്കുവാനും അങ്ങിൽ നിന്ന് പുതുശക്തി പ്രാപിക്കുവാനും അങ്ങയുടെ മക്കൾക്ക് അങ്ങിലുള്ള സ്ഥിരമായ ആശ്രയം നൽകണമേ. തങ്ങളുടെ കിടക്കയിൽ നിന്നെ ധ്യാനിച്ച് സാന്ത്വനവും സമാധാനവും അനുഭവിക്കുവാൻ നിന്നിൽ അവരുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. രാത്രിയിൽ തങ്ങൾ തൃക്കൈയിൽ ഉറങ്ങുന്നുവെന്ന ബോധം നിന്റെ മക്കൾക്ക് നൽകണമേ. പുതിയ പ്രഭാതത്തിൽ നീതി സൂര്യന്റെ ശോഭ കണ്ടുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ് അങ്ങയെ സ്തുതിക്കുവാൻ കൃപ നൽകണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഭക്ഷണത്തിനായ ഈ മുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് നീ നൽകുന്ന അപാര വിഭവങ്ങളെ എപ്പോഴും അവരുടെ ഉപകാരത്തിനായി അനുഗ്രഹിച്ചു കൊടുക്കണമേ. നീ അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുവാൻ അവർക്ക് ആഗ്രഹവും സന്തോഷ മനസ്സും നൽകണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഗ്യാസ് അടുക്കളയും സംഭരണമുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു.
നല്ല ദാനങ്ങളുടെയും ദാതാവും അവയെ ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ നൽകി തരുന്നവനുമായ നല്ല കർത്താവേ, ഈ സംവത്സരം നിത്യവും നിന്റെ മക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് നിറയുവാൻ നിന്റെ മക്കളെ അവർക്ക് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവയെ നിന്റെ മഹത്വത്തിനും ഞങ്ങളുടെ മറ്റുള്ളവരെയും പ്രയോജനത്തിനുമായി ഉപയോഗിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ പരിപാലന രക്ഷിതാവുമായ യേശു മെസ്സിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പറ്റുന്ന ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അടുക്കള നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അങ്ങയുടെ ദാനത്തിനൊത്തവണ്ണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാചകം ചെയ്യുന്നതിനു വേണ്ടി അധ്വാനിക്കുന്നവരുടെ കൈകളെ അങ്ങ് ശക്തീകരിക്കണമേ. ഭക്ഷണം അങ്ങയുടെ മക്കൾക്ക് ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നുള്ള സ്നേഹത്തോടും ഉത്സാഹത്തോടും ഇവിടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിന് അവിടുത്തെ കുടുംബത്തേക്ക് ഇറങ്ങി നോക്കും. എത്രത്തോളം അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ഭവനത്തിലേക്ക് അടുക്കള യേശുവേ സ്തുതിക്കുന്നു. പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഭൗതിക ശരീരത്തിന് ഈ ലോകത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ആവശ്യമാണ്. വളരെ രുചികരമായി സന്തോഷത്തോടെ പാകം ചെയ്ത് നൽകുവാൻ ഇവിടെ ജോലി ചെയ്യുന്ന മക്കളെ അവിടെ സഹായിക്കണം. കർത്താവെ, അങ്ങനെ ഞങ്ങളുടെ ഭൗതിക ശരീരം ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങനെ മോഹിതപ്പെടുത്തുവാൻ ആത്മീയ ശുശ്രൂഷയിൽ മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. പ്രത്യേകിച്ച് കർത്താവയുടെ ജോലി ചെയ്യുന്നവരെ സകലവിധമായ ആപത്തിൽ അനർത്ഥം രക്ഷിച്ചോളാം. ജോലിയിൽ സഹായിക്കുന്നവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു. അവരോട് അനുഗ്രഹിക്കുന്നു. കൃപ ചെയ്യണം കർത്താവ്. അങ്ങനെ കൃപയില്ലാതെ ഞങ്ങൾക്കൊന്നും വരില്ല. അങ്ങനെ കൃപ ഇവിടെ ജോലി ചെയ്യുന്ന മക്കളുടെ മേൽ, ഇവിടെ പാർക്കുന്ന മക്കളുടെ മേൽ അങ്ങനെ പകർന്ന് അനുഗ്രഹിക്കും. മൗത്വങ്ങൾ മാത്രം എടുക്കണമേ. യേശു പ്രാർത്ഥിക്കുന്നു. അഗ്നിമേഘ നിത്യം നാട
ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പെരുമ്പാവൂർ ഇടവകയുടെ മിഷൻ തീക്ഷ്ണത, അതുപോലെ പാവപ്പെട്ട സഹായികളുടെ സന്നദ്ധത, ഇക്കാലം അത്രയും ഈ മിഷൻ ബില്ലിന് ലഭിച്ച മിഷന്മാർക്ക് കൊടുക്കുന്ന സാമ്പത്തികമായ സഹായങ്ങൾ, മിഷൻ സപ്പോർട്ട് എല്ലാം ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവിടെ ഇടവകയ്ക്ക് നൽകുന്ന അച്ഛനും സ്നേഹമുള്ള നമ്മുടെ കരയച്ചൻ, അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൈക്കാരന്മാര്, കമ്മിറ്റികൾ, സെക്രട്ടറി, അതുപോലെ സംഘങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. സഭയിൽ വളരെ സന്തോഷത്തോടെ രാവിലെ തന്നെ യാത്ര ചെയ്താവുകയും അവിടെ സഭാമക്കൾ വളരെ സന്തോഷത്തോടെ കടന്നു വന്നിട്ടുണ്ട്. മഴയൊക്കെ ഉള്ള ഒരു സമയമാകുന്നെങ്കിലും നമുക്ക് അല്പസമയം നല്ല കാലാവസ്ഥ ദൈവം തന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിൽ പോയി അല്പസമയം നമ്മൾ സമയം ചെലവഴിക്കുന്ന നന്ദിപുരാണ അവസരങ്ങൾക്ക് അവിടെ നമ്മൾ ഉണ്ടായിരിക്കും എന്ന് കൃത്യമാണ് ഓർപ്പിക്കട്ടെ. ഇവിടെ നമ്മൾ പള്ളിയിലെ സ്വകാഴ്ച ഉണ്ടായിരിക്കും എന്ന് കൃത്യമാണ് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൊന്നത്തടി ഇടവകയാകുന്നല്ലോ ഇത്. കൊന്നത്തടി സഭാജില്ലയുടെ ചെയർമാൻ സ്നേഹമുള്ള ജോയിച്ചൻ, ഇടവകയുടെ ചുമതല വഹിക്കുന്ന സ്നേഹമുള്ള ഒഴുത്തറ ഇടവകയ്ക്ക് നൽകുന്ന ജോസഫ് എബ്രാഹച്ചൻ, ഈ ഇടവകകളെല്ലാം മിഷന്മാർ, കൊന്നത്തടി ഇടവക സ്നേഹമുള്ള ജിയോ ജോച്ചൻ, മിഷന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനായ മിഷൻ ഡയറക്ടർ, മിഷൻ ബോർഡ് സെക്രട്ടറി, എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ലൈസൻസ് ഓഫീസേഴ്സ് എല്ലാവരെയും ജീവിതം ധാരാളമാക്കാൻ ഡീറ്റെയിലായിട്ട് പറയാനുള്ള സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാനുള്ളതുകളെ പറയാം. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സംരക്ഷകനായ ദൈവമേ, ഇവിടെ പാർക്കുന്ന എല്ലാവരുടെയും മേൽ എല്ലാവരെയും നിന്റെ ചെറിയ കീഴിൽ മറച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എല്ലാ പരീക്ഷകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. നിന്റെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണമേ. ക്രിസ്തുവിൻ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ധാരാളമായി വസിക്കുകയും അവർ ചെയ്യുന്നതിനെല്ലാം നിന്റെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുകയും ചെയ്യണമേ. അവരുടെ ധനത്തിന്റെ എല്ലാ വിനിയോഗവും നിന്റെ മഹത്വത്തിനും നീരുടെ പരിപാലനത്തിനുമായിരിക്കണമേ. നിന്റെ രക്ഷയിൽ അവരും സന്തോഷിക്കുമാറാകണമെന്നും നിന്റെ രാജ്യത്തിലെ സകലന്മാരോടുകൂടെ അവരെ പങ്കുകാരാക്കണമെന്നും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനുഷ്യരെ യോസികമാക്കുന്ന ദൈവമേ, ഈ ഭവനത്തിൽ ഓരോ കാലത്തും കൂട്ടാരം വസിക്കാനുള്ളവർക്ക് നിന്റെ ഉപകരണമേ, സ്നേഹത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ സ്നേഹവും അവിടെ ഹൃദയങ്ങളിൽ ഈ ഭവനങ്ങളും വാഴുമാറാകണമേ. അവർ ചെയ്യുന്നതിലൊക്കെ നിന്റെ നാമത്തെ മുദ്രപ്പെടുത്തുന്നതിന് അവർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടുത്തെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ സ്നേഹിക്കുന്നവർക്കായി അങ്ങ് ഒരുക്കിയിട്ടുള്ള ഭവനത്തിൽ ഞങ്ങൾ ഒരുവരെയും നിന്റെ സേവയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്താൽ അന്യോന്യം സേവിക്കുന്നതിന് ഇവിടെ സംരക്ഷണത്താൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ വലയം ചെയ്തു കൊള്ളണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അവിടത്തേക്ക് അപേക്ഷിക്കുന്നു. ഈ ഭവനത്തെയും ഇതിലുള്ളവരെയും അനുഗ്രഹിക്കുകയും ദുഷ്ടനായവരിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഇവരെ കാത്തു സൂക്ഷിക്കുകയും അതുകാലത്തേക്കുള്ള ഭക്ഷണപദാർത്ഥങ്ങളും സ്നേഹം, സമാധാനം, ഐക്യമത്യം, ആത്മശരീരങ്ങളുടെ ആരോഗ്യം എന്നിവ ഇതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭവനം ദൂതന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൂതന്മാരുടെ കർത്താവിനാൽ സഖായിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് അവിടുത്തെ ദാസർ പ്രവേശിക്കുന്ന ഈ ഭവനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം എന്നേക്കും വസിക്കുകയും ഇത് നീതിമാന്മാരുടെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ.
ഈ ഭവനത്തിൽ നിന്ന് ആട്ടിക്കളയണമേ. അവനിൽ പ്രവേശിക്കുകയോ പ്രബലപ്പെടുകയോ ചെയ്യരുതേ. ഇതിന്റെ അടിസ്ഥാനം വിശ്വാസത്തിന്റെ പാർമേൽ ഉറപ്പിക്കുകയും ഇതിൽ നിത്യജീവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ ഭവനത്തിലെ പൈതങ്ങളെ അനുഗ്രഹിക്കണമെന്നതിനെക്കുറിച്ചുള്ള സ്നേഹത്തിലും ഭയത്തിലും അവർ വളരുകയും വളർത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. സ്നാപനത്തിൽ കൃഷികാരുടെ സ്വർഗ്ഗരാജ്യത്തിനും ആശയമായി തീർന്നു. അവർ നിന്റെ രാജ്യത്തിനോളം വിശുദ്ധാത്മാവും അധികം വർദ്ധിച്ച് വരുമാറാകണം. നിന്റെ മക്കളുടെ നിർമ്മല സന്തോഷവും സ്നേഹവും സമാധാനശീലവും സ്വർഗത്തിലുമാക്കി തീർക്കണമേ. ശേഷം ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പഠന കലാകാരികൾ പഠിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കും. പഠനം സകലജ്ഞാനത്തിന്റെ മുറയാകുന്ന നിത്യതയുടെ ഇവിടെ വായനയിലും പഠനത്തിലും ഏർപ്പെടുന്നവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കണമേ. പഠനത്തിന് ആവശ്യമായ ഉത്സാഹവും സ്ഥിരതയും നൽകിയവരെ അനുഗ്രഹിക്കണമേ. ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുവാനുള്ള മനസ്സിൽ പ്രകാശിപ്പിക്കണമേ. തങ്ങൾ നേരിടുന്ന പരിജ്ഞാനം മറ്റുള്ളവരുടെയും പ്രവൃത്തിക്കും നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ വിശാലമായ ദർശനവും വിവേകവും നിരദാസർ നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെ നമുക്ക് ഭവനങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്രിസ്തീയ ഭവനങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ എല്ലാ ഭവനങ്ങളെയും കുടുംബങ്ങളെയും നമുക്ക് ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാകുന്നതല്ലോ കുടുംബം. ഒരു സമൂഹം ഏറ്റവും നന്നായിരിക്കുന്നത്, ഒരു രാജ്യം നന്മയിൽ പുരോഗമിക്കുന്നത് അതിന്റെ അടിസ്ഥാനം കുടുംബമാകുന്നു. കുടുംബങ്ങളിൽ നിന്നാവുന്ന വ്യക്തികൾ സമൂഹത്തിലാണ്. നല്ല നല്ല വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സമൂഹമായി, സഭയായി, അതൊരു രാജ്യമായി അത് തീരുന്നു. അതിനാൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും അവിടെ വളർത്തപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കും. നല്ല രീതിയിൽ എല്ലാ സ്വഭാവത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ എല്ലാ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കന്മാരെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മുടെ ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും വീടുകളെയും ഭവനങ്ങളെല്ലാം വളർത്തണം. ഭവനങ്ങളുള്ള കുഞ്ഞുങ്ങളെ അവരെ പരിപാലിക്കുന്ന മാതാപിതാക്കന്മാരെ എല്ലാവരും എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തീരുമാനം ദൈവമേ കൃപ ചെയ്യണമേ എന്നൊക്കെ കൃത്യമാണ്. സ്നേഹമുള്ള പിതാവേ, ഈ രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളുടെ മേലും അങ്ങയുടെ അനുഗ്രഹത്തെ പകരണമേ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നായകനായി എല്ലാ കുടുംബങ്ങളെയും ഭരിച്ചു നടത്തണമേ. കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ എല്ലാ മാതാപിതാക്കളെയും ഉപദേഷ്ടാക്കളെയും കൃപയിൽ ശക്തീകരിക്കണമേ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവിനെ എല്ലാവരുടെ മേലും പകരണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുടുംബങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം മൂലം അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും അങ്ങയുടെ തിരുസഭയ്ക്ക് ആത്മീകാഭിവൃദ്ധി ഉണ്ടാകുവാനും അങ്ങയുടെ രാജ്യം വളരുവാനും കൃപ നൽകണമെന്ന് നസ്രയത്തിലെ ഭവനത്തിന്റെ അനുഗ്രഹമായിരുന്ന യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുതെ നല്ലതിനോട് പറ്റിക്കൊള്ളുകയും സഹോദര പ്രീതിയിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിട്ടുകൊള്ളുകയും ആശയിൽ സന്തോഷിക്കുകയും കഷ്ടതയെ സഹിഷ്ണുത കാണിക്കുകയും പ്രാർത്ഥന ഉച്ചരിക്കുകയും ആർക്കും തിന്മ ചെയ്യാതെ സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുകയും ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ശിലാഫലം നാം അനാച്ഛാദനം ചെയ്യുന്നു. To the glory of God, CSI Stila Diocese, St. Andrew's Church, Tumbiparatri. This mission house was sponsored by the parish of All Saints CSI Church, Kumbau, and dedicated by Right Honorable Francis, Bishop, CSI Stila Diocese, on 10th July 2025. Sri P.I. Anthony, missionary, Reverend Joseph Abraham, Vigar, Reverend K.S. Kalia, Vigar and Church Committee, Purumbau. Thank you. കർത്താവേ ദൈവമേ നന്ദിയോടെ മഹത്വം നന്ദിയോടെ മഹത്വം നന്ദിയോടെ മഹത്വം നന്ദിയോടെ മഹത്വം നന്ദിയോടെ മഹത്വം കർത്താവേ ഹല്ലേലൂയ 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 കർത്താവേ നിന്റെ ദൈവദാസന്മാരുടെ കർത്താവ് അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവനായ ദൈവമേ ഞങ്ങളെ തട്ടിട്ട വീടുകളിൽ പാർക്കുമാറാക്കുന്നവശികളെ ഞങ്ങളെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പിതാവേ ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ കർത്താവേ തിരുമേനിയോടും കൊച്ചുമയോടും കർത്താവേ ഓഫീസേഴ്സിനോടും കൂടെ ഒരുമിച്ച് ഇതിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നൽകി തന്ന ഒരു ഭാഗ്യത്തിന് പദവിക്കുമാണ് സ്തോത്രം. ഈ സ്ഥലങ്ങളിൽ കർത്താവേ പുതുമേന്റെ മുന്നറിവിനാലും നിയമിച്ച സ്തോത്രം. ഞങ്ങൾ ചിന്തിക്കുകയോ ഞങ്ങൾ നിനയ്ക്കുകയോ ചെയ്തതിനപ്പുറമായിട്ട് കവിയോട് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ തൃക്കട കർത്താവേ ഈ സ്ഥലത്ത് കർത്താവേ കടന്നു വലിയ കൃപയ്ക്കാണ് സ്തോത്രം. ഇന്ന് മനോഹരമായി പ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം കർത്താവേ
അങ്ങിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അതിന്റെ പിറകിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന കർത്താവെ തിരുമേനിക്കായിട്ട് കർത്താവെ ഓഫീസിനായിട്ട് ഈ സഭയിലെ കർത്താവെ സാധാരണ പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവിന് മറവിൽ മറയ്ക്കണമേ. മറ്റു ശിരസ് മുതൽ പാദത്തിലേക്ക് കർത്താവിന്റെ രക്തത്തിന്റെ മറവിൽ മറച്ച് അതേ കർത്താവെ ആരോഗ്യത്തിന്റെ പ്രയാസങ്ങളുണ്ടായിരുന്ന സമയത്ത് കർത്താവെ കാര്യങ്ങളൊക്കെയും ഭംഗിയോടെ ചെയ്ത് തീർക്കുവാൻ കൊടുത്ത അനുഗ്രഹത്തിനാണ് സ്തോത്രം. പ്രിയ അച്ഛനായിട്ട് പ്രാർത്ഥിക്കുന്നു, പെരുമ്പാവൂർ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. കമ്മിറ്റി മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തേക്കാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൗൺസിലേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തുള്ള അങ്ങയുടെ ജനത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവിന്റെ തിരുക്കരത്താൽ നിന്റെ മക്കളെ വഴി നടത്തുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഓരോ സ്റ്റെപ്പും മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്തിന്മേലെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സ്ഥലത്തെ കർത്താവിന്റെ കണ്ണ് മുന്നമേ കണ്ട വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. വലകരത്താൽ പിടിച്ച് വഴി നടത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഇനി ഇവിടെ ധാരാളം ജനങ്ങൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനുണ്ട് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഇന്നത്തെ ഈ പ്രതിഷ്ഠ അതിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ജനങ്ങൾ നൽകി തന്നതായിരിക്കുന്ന വഴിപാടിനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശുദ്ധീകരിച്ച് 30, 60, 100 മേനി ഫലം കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ശുദ്ധീകരിക്കണം, ആലയത്തോട് കൂടിയിരിക്കണം. ഞാൻ എല്ലാ കാര്യവും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. മഹത്വ പിതാവിന് മഹത്വ കർത്താവ് എടുക്കണം. യേശുവിന്റെ നല്ല നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവരും കേട്ടോ. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് കുമ്പിപ്പാറ പ്രദേശത്ത് വന്ന് ദൈവത്തിനെ നമുക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം ഇവിടെയാണ്. സന്തോഷത്തിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ കലാകാരൻ താമസം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാർക്ക് ദൈവദാസന്മാർക്ക് താമസിപ്പാൻ ഒരുപക്ഷെ വളരെ എണ്ണപ്പെട്ട ഇടവകളിൽ മാത്രമേ മനോഹരമായ പണി പൂർത്തീകരിച്ച വീടുകൾ ഉള്ളൂ. എന്നാൽ ഈ വളരെ തുടക്കമായ ഈ കുപ്പിപ്പാറ മിഷൻ ഫീൽഡിൽ ഈ ചെറിയ സഭയിൽ പെരുമ്പാവൂർ ഇടവകയുടെ അകമഴിഞ്ഞ ആത്മാർത്ഥമായ സഹകരണത്തെയും പ്രാർത്ഥനയും ഫലമായി ഈ സഭാമക്കളുടെ പ്രാർത്ഥനയുടെയും പ്രിയപ്പെട്ട ആന്റണി സാറിൻ്റെ ശക്തമായ നേതൃത്വത്തിൻ്റെയും ഫലമായി ഇടവക അച്ഛൻ്റെ ഈ സഭാ ജില്ലയിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും അകമഴിഞ്ഞ സഹകരണവും പ്രാർത്ഥനയും ഫലമായി വളരെ മനോഹരമായ ഒരു മിഷൻ ഹൗസ് നമുക്ക് പണി തീർക്കാനാണ് ഇടയായിട്ട്. ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോരുന്ന വഴിക്കും അതുപോലെ തന്നെ ഈ കുമ്പിപ്പാറക്കുടി ഓർക്കുന്നത് ഏതാണ്ട് 94-ലാണ് ഞാൻ കൊന്നത്തടിയിൽ ഇടപെട്ടക്കാരനായിട്ട് വരുന്നത്. കൊന്നത്തടി ഇടപെട്ടക്കാരൻ വരുമ്പോൾ കൊന്നത്തടി ഇടവകയുടെ ഭാഗമാണ് ഈ പ്രദേശമെല്ലാം. അന്നിവിടെ സഭയില്ല. ചൂരക്കെട്ടിൽ അന്ന് ഒരു ചൂരക്കെട്ടിൽ തുടങ്ങുവാണ്. ചൂരക്കെട്ട് തുടങ്ങുന്നത് കൊന്നത്തടി ഇടവ കൂട്ടായ്മയുടെ ഒരു മിഷൻ പ്രവർത്തനമായിട്ടാണ് അത് ചൂരക്കെട്ടിൽ തുടങ്ങുന്നത്. ചൂരക്കെട്ടിൽ തുടങ്ങുന്നത് നമ്മുടെ പണിക്കൻകുടിയിലെ ഒരു പണിക്കൽ പാപ്പൻ എന്ന് വിളിക്കുന്ന ഗവൺമെന്റ് പോയി അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശമായിരുന്നു കുറച്ച് ആൾക്കാർ ചൂരക്കെട്ടിൽ താമസിക്കുന്ന ആൾക്കൊരു കൂട്ടായ്മ കൊടുക്കണം എന്ന് പറയുകയും അവിടെ ഞങ്ങൾ ഒത്തിരി ഇടകൂട്ടായ്മയുടെ ഭാഗമായി കൂട്ടായ്മ ആരംഭിക്കുകയും ആ കൂട്ടായ്മ പിന്നീട് ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളിൽ പ്രാർത്ഥന കൂട്ടായ്മയായിട്ട് മാറുകയും അവിടുത്തെ ആദ്യത്തെ ഇടവ കൂട്ടായ്മയുടെ മിഷണറിയായിട്ട് എത്രയും സ്നേഹമുള്ള നമ്മുടെ ഇന്നത്തെ മിഷൻ ഡയറക്ടർ വിജയ ജോൺസൺ അച്ഛൻ അങ്ങോട്ട് നിയോഗിക്കുകയും ചെയ്തു. അച്ഛൻ ഇന്നത്രയും പ്രായമുള്ളപ്പോൾ അന്നത്തെ പ്രായം അറിയാം. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ അവിടെ പോയി ഞായറാഴ്ച അവിടെ പോയി ആരാധന എടുക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. ആരാധനയില്ല, നാലുമണിയാകുമ്പോൾ പോയി പ്രാർത്ഥന നടത്തുന്നതാണ്. പ്രത്യേകിച്ച് ശമ്പളമൊന്നുമില്ല. അവിടെ ഒരു 2000 രൂപയോ 1000 രൂപ സ്വന്തരാജ് കിട്ടിയാൽ അത് എടുത്തോണം. അതിന് കണക്കെഴുതണം, പക്ഷെ അതെടുക്കാം. അതാണ് അന്നത്തെ ശമ്പളം. കൂടുതലൊന്നും കിട്ടാറില്ല. 5 രൂപ കിട്ടാനുള്ള സാധ്യത കുറവാണ്. 2000 രൂപ 2500 രൂപയ്ക്കാണ്. അതിനൊക്കെ അത്രയും വിലയുണ്ട്. അത് വാങ്ങി അച്ഛൻ അവിടെ അന്നത്തെ ചെറുപ്പക്കാരൻ അവിടെ വേല ആരംഭിച്ചു. അവിടെ പോയി ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്ന കാലഘട്ടങ്ങളിൽ അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു പാർക്കെട്ടുണ്ട്. ആ പാർക്കെട്ട് കാണാം. അപ്പോൾ ഇവിടെ കുറേ നമ്മുടെ ആൾക്കാർ താമസിക്കുന്നു. കുമ്പിപ്പാറക്കുടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ നമ്മളൊരു പ്രാർത്ഥന ആരംഭിച്ചാൽ നമുക്കത് അവിടെ ധാരാളം ആൾക്കാർ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം കേൾക്കാൻ ഇടയാക്കിയിരുന്നു. അന്ന് അവിടെ നിന്ന് പറയുകയും പിന്നീട് ആ വർഷം ഞാൻ തിരികെ പോയി. പിന്നീടാണ് ഇവിടെ
ആരാധന ആരംഭിച്ചത്. ഇന്ന് കാണാം നമ്മുടെ സഭാമക്കൾ പല നാട്ടിൽ നിന്ന് വന്നവർ ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചിരുന്നു. അവരെ ചുറ്റിപ്പറ്റിയാണ് നമ്മളിവിടെ ആരാധനയ്ക്ക് തുടങ്ങിയത്. അങ്ങനെ ഇവിടെ തുടക്കം അങ്ങനെയാണ് ഇവിടുത്തെ തുടക്കം ഉണ്ടാകുന്നത്. ആദ്യകാലങ്ങളിൽ എല്ലാവിധമായ എല്ലാ മിഷൻ ബില്ലിനുള്ള പോലുള്ള പലാശികൾ എല്ലാ സ്ഥലത്തും ഈ സ്ഥലത്തും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ തുമ്പിപ്പാറക്കുടിക്കുള്ള ഒരു സഭയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല പ്രാപ്തിയുള്ള ആൾക്കാരിവിടെ മിഷണന്മാരായിട്ട് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ തെളിവ്. ഒന്ന് നമ്മുടെ വിദ്യാസംസ്ഥയിൽ പ്രവേശിച്ച നമ്മുടെ എ.ജെ. ജോർജ് സാർ. എ.ജെ. ജോർജ് സാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കാര്യം ഏൽപ്പിച്ച് അദ്ദേഹം അത് 100% അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഏതൊരു മിഷൻ ബില്ലുള്ളതിനേക്കാൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള റെക്കോർഡുകൾ, കണക്കുകൾ, റിപ്പോർട്ടുകൾ, തിരട്ടുകൾ എല്ലാം ഈ തുമ്പിപ്പാറ മിഷൻ ബില്ലിൽ നിന്നാണ് നമ്മുടെ മിഷനെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. വളരെ പെർഫെക്റ്റാണ്. ഒരു ചോദ്യോപരത്തിന് ആവശ്യമില്ലാതെ കേട്ടാൽ നമുക്കറിയാം എന്തായിരുന്നു എങ്ങനെ. റിപ്പോർട്ടുകൾ അതുപോലെ, കാരണം അദ്ദേഹം സ്കൂളിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് അതിൻ്റെ സിസ്റ്റം ശരിക്കും അറിയാം. അങ്ങനെ ഈ സഭയ്ക്ക് നല്ലൊരു അടിസ്ഥാനം ആദ്യം തൊട്ടേ കിട്ടുവാൻ കഴിച്ചു. പിന്നീട് ഇങ്ങനെ വന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന എത്രയും ബഹുമാനമുള്ള ആന്റണി സാർ ഇവിടെ വന്നിരിക്കും. ആന്റണി സാറിനെ സംബന്ധിച്ച് സഭയെക്കുറിച്ച് അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് പറയേണ്ടതില്ല. കഴിഞ്ഞ ദിവസം ആന്റണി സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം അടുത്ത ദിവസം ആശുപത്രിയിൽ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്താണ് ഒരുപാട് ഇടവയോട് കാര്യം പറയുമ്പോൾ അവരുടെ അച്ഛൻ അത് അവിടുത്തെ ഭരണസമുദായങ്ങളോട് ആലോചിച്ച് ഈ ഡേറ്റ് നമുക്ക് ഇട ദിവസം ആണ് എല്ലാവർക്കും വരാൻ സൗകര്യപ്രദമാണ് എന്ന് പറഞ്ഞ് വെച്ചത്. സാറിൻ്റെ ഒരു സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സാറിനെ ഇല്ലാതെ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരികയില്ലല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ നിശ്ചയിച്ചിരുന്ന ആ തീയതി മാറ്റി മുമ്പോട്ട് വെക്കുകയായിരുന്നു. അങ്ങനെ നിങ്ങൾ എല്ലാവരും പിൻഭാഗം നിന്ന് ആദ്യം പറഞ്ഞ അത്രയും ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല എന്ന് അച്ഛൻ പറയുണ്ടായി. എന്നാൽ ഇന്ന് ഇത്രയും പേരൊക്കെ കടന്നു വരുവാനായിട്ട് ഇടയായിട്ട് ആന്റണി സാറിനെ സംബന്ധിച്ച് ആന്റണി സാറ് ഒഴുത്തളം ഇടയവേയിൽ വന്ന അന്ന് തൊട്ട് ഒഴുത്തളം സഭയ്ക്ക് ഒരു വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ആധാരം. ഒഴുത്തളം ഇടവയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ സാറിന് പറയാറുണ്ട്. ഒരു കുടിയേറ്റ പ്രദേശമാണ് ഈ ഹൈറേഞ്ച് പ്രദേശങ്ങൾ മുഴുവനും. അങ്ങനെ കുടിയേറി നമ്മൾ ഏരിമംഗലം തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ കുടിയേറി അടിമാലികൾ വന്നു. അടിമാലിൽ ചിത്രപരം എന്നാണ് പറയുന്നത്. ഈ പ്രദേശങ്ങളിൽ ചിത്രപരം എന്നാണ്. കൊന്നത്തടിയ പ്രദേശങ്ങളെല്ലാം 50കളിൽ അവിടെ ആൾക്കാർ കയറാറുണ്ട്. 45, 50 ആൾക്കാർ കയറാം. 70കളിൽ ചേലച്ചോട് കെട്ടിപ്പിൽ തുടങ്ങിയ പ്രദേശത്ത് ആൾക്കാർ കുടിയിരിക്കാൻ കിളിയാനിക്കാൻ. അപ്പം നാട്ടിലെ സ്ഥലം പോരെ കുറച്ചുകൂടെ സ്ഥലം വേണമെന്ന് വിചാരിച്ചു വന്നവർ ഒരു 10 പേരെ എടുത്താൽ ഒരാളോ 2 പേരോ ഉണ്ടെങ്കിൽ കൊടുക്കും. ബാക്കി മുഴുവനും ജീവിക്കാൻ വേണ്ടി വന്നതാണ്. പലരും അവിടെ ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മറ്റു പലതരം ബുദ്ധിമുട്ടിൻ്റെ പേര് കരിഞ്ചേരി കയറി വരാം. അല്ലെ നാട്ടിലെ സൗകര്യം വിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം. അങ്ങനെ ഇവിടെയും പച്ച പിടിക്കാത്തവർ, അത് അന്നത്തെ കൊന്നത്തടി ഏരിയയിൽ ചേലത്തോട് കഞ്ഞിപ്പുഴി തീരത്തോട് ഏരിയയിലും പച്ച പിടിക്കാൻ ബുദ്ധിമുട്ടിയവർ വീണ്ടും സ്ഥലം അവിടത്തെ വിട്ടിട്ട് എന്ത് ചെയ്തു, ഇനി കുറെ കൂടെ സ്ഥലം മേടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് വന്നു. അങ്ങനെയാണ് ഒഴുവത്തടത്ത് ആൾക്കാർ കയറാൻ. ഒഴുവത്തടം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒഴുവാത്തടം എന്നാണ്. ഒഴുവാത്തടം പറഞ്ഞ് വെള്ളം വന്നാൽ എന്ത് ചെയ്തില്ല, അവിടെ ഒഴുകി പോകത്തില്ല, ഇങ്ങനെ കെട്ടിക്കിടക്കത്തില്ല. ഭൂപ്രകൃതി നമുക്ക് അറിയാവുന്ന ഇങ്ങനെ ഒരു ഏറുമായിട്ടാണ് കിടക്കുന്നത്. വെള്ളം ഒഴുകി പോകാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെ ചതുപ്പായതുകൊണ്ട് ഇവിടെ പെയ്തിറങ്ങുന്ന വെള്ളം മുഴുവൻ ഒരുമിച്ച് പോകത്തില്ല. അപ്പോൾ വെള്ളക്കെട്ടല്ല. ഒഴുവാത്തടമാണ്. നമ്മൾക്ക് ഒഴുവാത്തടം എന്തെങ്കിലും കർഷകരുടെ ഇവിടെ ഒഴുവത്തടത്ത് ആൾക്കാർ വന്നിരുന്നുണ്ട്. അവിടെ വന്ന ആൾക്കാർ അവിടെ നിന്നും പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ചിലർ കൂടുതൽ സ്ഥലത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു. നാട്ടിൽ നിന്നും കുറേ ആൾക്കാർ വന്നു. അങ്ങനെയാണ് കരദേശങ്ങളിൽ ആൾക്കാർ വന്ന് കുടിവാർപ്പ് ഉറപ്പിച്ചത്. തദ്ദേശീയരായ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് നിന്ന് അനേക പള്ളികൾ ഒഴുത്തളം ഇടവേള കീഴിൽ ഏതാണ്ട് 14 പള്ളികളാണ് മൊത്തം ഒരു സമയത്തുണ്ടായിരുന്നു. ഇപ്പം ഒരുപക്ഷെ അത് കൂടി കാണും. ആദ്യത്തെ അത് കൊന്നത്തടി ഇടവകയായിരുന്നു. അപ്പം അങ്ങനെ വളരെ വളരെ കോൺക്രീറ്റ് ആയുള്ള കൃത്യമായിട്ട് ഒരു അടിത്തറ ഇടുവാൻ ഈ സഭയ്ക്കിടയായി ചേർന്നിട്ടുണ്ട്. അത് അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് ഈ തുമ്പിപ്പാറക്കൂടി എനിക്ക് ആളെ വേണം, ഒരു മിഷണറിയെ വെക്കണമല്ലോ എന്ന് പറയാം. അപ്പം മിഷണറിയെ വെക്കുമ്പോൾ നമുക്ക് ചുമ്മാ ആൾക്കാരെ വെക്കാൻ പറ്റത്തില്ല. അതായത് പുതിയ ആൾക്കാരെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. ഒന്ന്, നമ്മുടെ ആരാധനക്കർമ്മം കൃത്യമായിട്ട് അറിയാത്തവരെ വെക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ വരുന്ന ആൾക്കാർക്ക് മൊത്തം അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം കാണാൻ പാടും. ആരാധന പിറ്റേന്ന് അവർക്ക് കാണാൻ പാടും. അപ്പം മൊത്തം വേണ്ട. ഇവിടെ നമ്മളൊരു സിസ്റ്റർ ഒരു അമ്മയെ തെറ്റിച്ചാൽ എന്ത് ചെയ്യും,
അവർ പറയും തെറ്റിപ്പോയില്ല സാറേ ഇതെന്നെ ആരാധനയാണെന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് വേറെ ആളെ മാറ്റേണ്ടത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ആളെ വെക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ ഫീൽഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന് വരുന്നത് തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ആനി സാറിനെ ഞാൻ ഈ സമയത്ത് ഓർത്ത ദൈവത്തിന് നന്ദി കഴിയും. ആനി സാറിനും ആൻറ്റി ഒരു പക്ഷേ അടുത്ത ആഴ്ച പനി വരും എന്ന് ഇന്ന് മൂക്കിൽ കൊണ്ട് എന്ന് പറഞ്ഞ് അവധിയെടുക്കുന്ന മിഷണറിമാരും എന്നെ പോലുള്ള അച്ഛന്മാരോട് ഈ കാലഘട്ടങ്ങളിൽ ആഴ്ചയിൽ 2 തവണയും 3 തവണയും ഡയാലിസിസ് പോയിക്കൊണ്ടിരുന്ന ഒരാൾ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത, ദൈവകരമുള്ള തീക്ഷ്ണത ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. അതെങ്ങനെ അത്രയും തീക്ഷ്ണത അദ്ദേഹത്തിനുണ്ടായി എന്ന് എനിക്കറിയാം. എങ്കിലും അതാണ് എൻ്റെ വാസ്തവം. ആൻറ്റിയും നമ്മൾ സാധാരണ കട്ടക്ക് നിൽക്കുന്നു പറയുന്നത്. കട്ടക്ക് നിൽക്കും സാറിന് എല്ലാവരും സപ്പോർട്ട് നൽകി അവരെ രണ്ടുപേരെയും അവരുടെ മക്കളെയും ഞാൻ സമയത്ത് അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാറിന് എത്രയും വേഗത്തിൽ രോഗസൗഖ്യം ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ ഒഴുത്തത്തിൽ വീടിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒഴുത്തളം പള്ളിയുടെ ആരാധന പ്രാർത്ഥന അവിടെ ആരംഭിച്ച ആ സ്ഥലത്ത് നിന്നാണ് അതിൻ്റെ ചരിത്രം. അവിടെ ഇരുന്ന ആ കെട്ടിടം പോർച്ചുകാർ വെട്ടി താഴെയിട്ടു എന്നുള്ളതാണ് അതിൻ്റെ അന്നത്തെ ചരിത്രം. വെട്ടി താഴെയിടുകയും അന്ന് നമ്മുടെ മഹായുടെ ആദ്യത്തെ മിഷണറി കെ ജി ദാനിയേൽ തിരുമേനിയായിരുന്നു. തിരുമേനി പോർച്ചുകാരോട് സമ്പാദിക്കാൻ പോകണം എന്ന് പറഞ്ഞ് പോകരുത് എന്ന് പറഞ്ഞ് തിരുമേനിയെ തടഞ്ഞു നിർത്തുകയും അന്നുണ്ടായിരുന്ന ആൾക്കാർ അവരെ പോവുകയും പോർച്ചുകാരെ പറയും അവരുടെ കാങ്കെ അത് കെട്ടിപ്പണത ആൾക്കാരുടെ കാങ്കെ അത് വെട്ടി താഴെയിടുകയും തീയിടുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ഒഴുത്തളം ഇടപാട് ഉണ്ടായത്. ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് ഓർത്താൽ അത് അവർണ്ണനീയമാണ്. കാരണം അന്ന് പുരുഷവാടിക്ക് അന്ന് ഇന്നത്തെ രീതിയിലുള്ള അങ്ങനെ യാതൊരു സംഗതികളൊന്നുമില്ല. കയ്യേറ്റക്കാരൊക്കെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഉപദ്രവം കേൾക്കരുത് എന്ന് വിചാരിച്ചാണ് അന്നത്തെ സഭാമക്കൾ അന്ന് തിരുമേനിയെ അവിടെ നിന്ന് മാറ്റി. അന്ന് അച്ഛനായിരുന്നു. പിന്നെ തിരുമേനി ആദ്യത്തെ വയസ്സിൻ്റെ മിഷണറി ആയിരുന്നു. അതുപോലെ തന്നെ തിരുമേനി തന്നെയാണ് നമ്മുടെ സന്നദ്ധ ആദ്യത്തെ മിഷണറിയായിട്ട് കാശ്മീരിൽ പോയ തിരുമേനി നമുക്കറിയാം. മിഷൻ പ്രവർത്തനങ്ങൾ ശക്തമായ യുദ്ധം തിരുമേനിയോട് നമുക്ക് ലഭിച്ചു. ആ ഒഴുത്തളം ഇടവക ഇന്ന് കാണുന്ന അഭിവൃദ്ധിക്ക് എല്ലാം കാരണം എന്ന് തൊട്ട് അവരെ അവിടെ മിഷണറിമാരെ കരുതാൻ തുടങ്ങിയോ, എന്ന് തൊട്ട് അവർ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് വരാൻ തുടങ്ങിയോ, അന്ന് തൊട്ട് ആ സഭ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് കാണുന്ന എല്ലാ അനുഗ്രഹത്തിനും കാരണം അവർക്ക് അവിടെ ഇല്ലെങ്കിലും എന്ത് ചെയ്തു, മിഷണറിമാരുടെ മീറ്റിംഗ് എല്ലാ മാസവും അവിടെ ഉണ്ട്. അതിന് ഭക്ഷണം കൊടുക്കുന്നവരാണ് ഭക്ഷണം കൊടുക്കുന്നത്. കൂടുതൽ പേരും ചെലവിട്ടാൽ ചെറിയൊരു ഗ്രാൻഡ് പോലെ നമ്മുടെ മിഷൻ ബോഡി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഇന്നും തുടരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ ഇടവകയ്ക്ക് പറയാതെ അവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഏത് രീതി എന്ന് അറിയത്തില്ല. എന്നാൽ ദൈവം ധാരാളമായ സഭ അനുഗ്രഹിക്കട്ടെ, അവിടെ തലമുറയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് മഹാരുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പെരുമ്പാവൂർ ഇടവകയ്ക്ക് എല്ലാവിധമായ അവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും അതിൻ്റെ ആ ദാനങ്ങളുമായി ഡയസിസിൻ്റെ ആസ്തിയാണ് എന്തിരിക്കുന്നത് വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ ഏകദേശം ഒരു ഏതാണ്ട് ക്യാഷായിട്ട് തന്നെ ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ നമ്മൾ അതിന് ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കൂടി നമ്മളൊരു റഫായിട്ട് കൂടി ഒരു 10-12 ലക്ഷം രൂപ നമുക്ക് കണക്കാക്കാം. മഹാരുടെ ആസ്തി കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും 12 ലക്ഷം രൂപ എന്ത് ചെയ്തു. ഡയസിന് ഒരു പക്ഷേ ചെറിയ തുകയായിരിക്കും അച്ഛൻ അറിയത്തുള്ള കൊടുത്തതോ ചെറിയ തുക കൊടുക്കുന്നതാവാം. അതിനെല്ലാം കാരണം നിങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ്. ശക്തമായ നേതൃത്വം അവിടുന്ന് ഇടപെട്ടക്കാരോട് ലഭിച്ചു. അതിന് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച അവരുടെ സപ്പോർട്ടും ലഭിച്ചു. ബഹുമാനുള്ള ദേശത്തുപെട്ടക്കാരൻ എന്ന് പറയാൻ നമ്മുടെ ജോസച്ചൻ ആ ശക്തമായ നേതൃത്വം നൽകുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളാണ് നമുക്ക് സാധ്യമായി തീർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്ന ദൈവത്തിന് ധാരാളമായി അനുകരിക്കുകയും ചെയ്യുന്നതാണ്. തക്ക സമയത്ത് നമ്മുടെ ജോസഫ് എബ്രഹാം വന്നു, അച്ഛൻ വന്നു. ഞങ്ങൾ പണ്ടുകാലത്ത് അച്ഛനെ അറിയപ്പെട്ടിരിക്കുന്നത് കണ്ണാടി സാർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം കണ്ണാടി വെക്കും, ആര്യത്തിൽ കണ്ണാടിയുണ്ട്. അപ്പോൾ കണ്ണാടി സാർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടും. ഈ ഇടവക മുഴുവനും ഈ വനാന്തരം മുഴുവനും കയറി ഇറങ്ങി ഉള്ളക്കേ പോലെ അറിയാവുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത്, എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് ബാബു അച്ഛനാണ്, അല്ലെങ്കിൽ കണ്ണാടി സാർ. അതായത് ഈ ഇവിടെ നമുക്കറിയാം സ്ത്രീകളിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ അറിയത്തില്ല. നമ്മൾ നാട്ടിൽ നിന്ന് ഗ്രാമീണ ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവർ സാധാരണ രീതിയിൽ അവർ നമുക്ക് മുഖം ധരിച്ചു ഇവിടെ നിന്ന് കുഴപ്പമില്ല ഉൾപ്രദേശങ്ങളിലേക്ക് പോകും.
അഥവാ തന്നാലും എന്ത് ചെയ്തില്ല, പെരക്കാത്തുനിന്ന് കയറി ഇരിക്കാനോ അങ്ങനെയുള്ള സൗകര്യമൊന്നും കിട്ടി വരും. ഒരു സമയം കഴിഞ്ഞ് നമുക്ക് ആ കുടിയിലേക്ക് തന്നെ കയറാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥാനത്ത് അന്ന് കണ്ണാടി സാറ് എപ്പം ഏത് പാശ്ചാത്യക്ക് എന്ത് ചെയ്യാം, അവിടെ ഏത് വീട്ടിലും കയറാം. അത്രയും വിശ്വാസമാണ് കണ്ണാടി സാറ്. അദ്ദേഹം ഇവിടെ അച്ഛനായി വന്നപ്പോൾ അവിടുത്തെ പ്രവർത്തനം കുറെ കൂടെ ഊർജിതമായി പോയിക്കൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശക്തമായ നേതൃത്വം ജില്ല ആയിട്ട് നൽകുന്നു. അതുപോലെ തന്നെ കുന്നത്തടി ഇടവപ്പള്ളിയിൽ ഈ പ്രാവശ്യം നമുക്ക് ജിയോളജനാണ് വന്നിരിക്കുന്നത്. അച്ഛനും ഈ പ്രദേശങ്ങൾക്ക് നല്ല മിഷൻ പ്രവർത്തനങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഡൽഹിയിലെ മിഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നല്ലോ. അതുകൊണ്ട് സുമിത്തും കൂടെ വന്നിട്ടുണ്ട്. ഡൽഹിയിലെ സുമിത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ തുമ്പിപ്പാറക്കുടിയിൽ തികൾക്കാടിലെ താമസിച്ച് പണിക്കൻകുടി താമസിച്ച് തുമ്പിപ്പാറ കേന്ദ്രമാക്കി തികൾക്കാട് കേന്ദ്രമാക്കി ഹിന്ദി ഫൈവ് മിഷന്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു അദ്ദേഹം പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അവരെല്ലാം കൂടെ ചേർന്ന് പ്രദേശത്തെ അനേക ആൾക്കാരെ യേശുവിനെ അറിയാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഇവിടെ വന്നു ചേർന്ന ഇത്രയും ഭഗവാന്റെ മിഷന്റെ ആൾക്കാർ, അതുപോലെ തന്നെ ഭഗവാന്റെ അച്ഛന്മാർ, സഭാ ശുശ്രൂഷകര്, ഓഫീസേഴ്സ് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചമ്മമാര് അവർക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്. തുടർന്ന് മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ടക്കാരന് നൽകുകയാണ്. അദ്ദേഹം മിഷന്റെ കോർഡിനേറ്ററും കൂടെ ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം നമുക്കൊരുമിച്ച് ഈ സെന്റ് ആൻഡ്രൂസ് ഐസി ദൈവാലയത്തിൻ്റെ അകത്തളത്തിൽ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. തുമ്പിപ്പാറ മിഷൻ വയലിനെ കുറിച്ച് അഭിയമ്യ തിരുമേനി വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് നൽകിക്കഴിഞ്ഞു. ഈ ഒഴുവത്തോളം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയും കൂടെ ചേർത്ത് 18 പള്ളികളാണ്, 17 ഉപസഭകളാണ് ഉപസഭയുടെ ഗണത്തിൽ പറഞ്ഞ ഉള്ളത്. എല്ലാ മിഷൻ വയലിലും തന്നെ ഫുൾ ടൈം മിഷണറിമാര് പ്രവർത്തിക്കുന്നതും ഏറെ ശ്രദ്ധേയമാണ്. തുമ്പിപ്പാറ മിഷൻ ഫീൽഡ് പെരുമ്പാവൂർ സെന്റ് ആൻഡ്രൂസ് ഐസി ഇടവക ഏറ്റെടുത്തതോടുകൂടിയാണ് ഇതിനൊരു പുത്തൻ ഉണർവുണ്ടായത്. ആ സുവിശേഷ വീക്ഷണത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു അനുഭവമാണ് ഇന്ന് അഭിയമ്യ തിരുമേനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പുതിയ പാഴ്സനേജ്. പ്രത്യേകാൽ ഇന്ന് ആരാധനയ്ക്ക് ഞാനിങ്ങ് വരുന്ന വഴിയാണ് ഒഴുവത്തളം ഇടവക അംഗവും നമ്മുടെ റവറൻ OJ ജോർജ് അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠനുമായ ഓമന പേരിൽ അറിയപ്പെടുന്ന അനുപേരപ്പൻ 98ാമത്തെ വയസ്സിൽ ഇന്ന് രാവിലെ 8:30 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇന്ന് ഈ പാഴ്സനേജിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ സമയബന്ധിതമായിട്ടാണ് തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച എത്തുന്നത്. ചൊവ്വാഴ്ച ഈസ്റ്റ് കേരള മഹാനഗര വൈദികരുടെ മീറ്റിംഗ് കഴിഞ്ഞാണ് നമുക്കൊരു ശിലാഫലകം ആവശ്യമാണല്ലോ, അതിൻ്റെ മാറ്റർ അഭിയമ്യ തിരുമേനിയിൽ നിന്ന് ലഭ്യമാകുന്നത് ആരുടെയും കുഴപ്പമല്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് ഈ 10-ാം തീയതി തന്നെ ഈ പാഴ്സനേജിൻ്റെ പ്രതിഷ്ഠ നിർവഹിക്കുന്നത് ഉചിതമെന്ന ഒരു തലത്തിലേക്ക് അഭിയമ്യ തിരുമേനിയോട് പ്രത്യേകിച്ച് ആന്റണി സാറിൻ്റെ അഭിപ്രായ പ്രകാരം ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട ജോൺസൺ അച്ഛനാണ് തിരുമേനിയുമായിട്ട് സംസാരിച്ച് ഈ ഡേറ്റ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഒരു 7 മണിയോടുകൂടെ അത് ക്രമീകരിക്കുന്നു. ആ സമയത്ത് എന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. തട്ടേക്കളം എന്ന് പറയുന്ന പ്രദേശത്ത് വൈകുന്നേരം ഞായറാഴ്ച 4 മണിക്ക് വിശുദ്ധ സംസർഗ ആരാധന നടത്തപ്പെടണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ആരാധന കഴിഞ്ഞ് റേഞ്ചിലേക്ക് വരുന്ന സമയത്താണ് ജോൺസൺ അച്ഛൻ വിളിച്ച് 10-ാം തീയതി ഇങ്ങനെ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കാനുള്ള ഡേറ്റ് അഭിനന്ദ തിരുമേനി
നൽകിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അച്ഛ പെരുമ്പാവൂര് അച്ഛനെയും കമ്മിറ്റിയും അറിയിക്കാൻ പറ്റിയോ? അപ്പോൾ പറഞ്ഞു, അച്ഛൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഉടൻ തന്നെ ഏറ്റവും ബഹുമാനമുള്ള KS കറിയാച്ചനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ കുഴപ്പമില്ല, നമുക്ക് ആന്റണി സാറിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ അതിനുള്ള ഒരു സാഹചര്യം ക്രമീകരിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് 2-3 ദിവസങ്ങൾ ഉറങ്ങാത്ത രാത്രിയും പകലുകളുമായി പ്രത്യേകിച്ച് ഈ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഈ സഭയുടെയും പെരുമ്പാവൂർ ഇടവകയുടെയും ആഗ്രഹപ്രകാരം നമുക്ക് ഡേറ്റ് നൽകി. ഇന്ന് ഏറ്റവും മനോഹരമായി നമ്മുടെ പാഴ്സനേജിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു തന്ന അഭിനന്ദ റൈറ്റ് PS ഫ്രാൻസിസ് തിരുമേനിയോട് ഈ സഭയുടെ പേരുള്ള സ്വാഗതവും നന്ദിയും ഞാൻ ഒരുമിച്ച് അറിയിക്കുക. കാരണം നമുക്കറിയാം, സ്വാഗതത്തിനുള്ള സമയം കിട്ടിയില്ല. പ്രത്യേകിച്ച് അതുകൊണ്ട് അഭിനന്ദ തിരുമേനിക്ക് ആദരസൂചകമായി ഈ സമയത്ത് സഭയുടെ ശുശ്രൂഷകൻ പ്രിയമുള്ള ആന്റണി സാറും കൈക്കാരൻ പ്രിയമുള്ള ബാബുച്ചേട്ടൻ, സന്തോഷേട്ടൻ മുന്നോട്ട് വരാം. സഭയുടെ കൈക്കാരൻ തെങ്ങിലെങ്കിൽ പ്രിയമുള്ള സന്തോഷ് ചേട്ടൻ, അദ്ദേഹമാണ് ഈ സഭയുടെ ആദ്യത്തെ വിശ്വാസ കുടുംബം. ഉപ്പുതോട്ടിൽ നിന്ന് ഇവിടെ ചേക്കേറി പിന്നീട് ഈ സഭയ്ക്ക് അതിധീരമായ നേതൃത്വം കൊടുക്കുന്നു. ഈ സമയത്ത് അഭിനന്ദ തിരുമേനിയെ ഷാളണിയിച്ച് നമ്മുടെ ആദരവ് അറിയിക്കുന്നു. പ്രിയമുള്ള കൊച്ചമ്മയോട് ഞാൻ ഈ ചൊവ്വാഴ്ച വൈകിട്ട് 7:30 കൂടിയാണ് ബിഷപ്പ് ഹൗസിൽ ചെന്ന് കൊച്ചമ്മയോട് പറഞ്ഞു, കൊച്ചമ്മേ ഇവിടെ പാർസനേജിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയാണ്, തിരുമേനിയോടൊപ്പം കൊച്ചമ്മ വരണമെന്ന് ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് പ്രിയമുള്ള കൊച്ചമ്മ അഭിനന്ദ തിരുമേനിയോടൊപ്പം നമ്മോടൊപ്പം ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. നമുക്ക് അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പ്രിയമുള്ള കൊച്ചമ്മ ഈ മീറ്റിംഗിലേക്ക് ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മഹാനയുടെ ഓഫീസേഴ്സ്, പ്രിയമുള്ള ട്രഷറർ റവറൻ PC മാത്തുക്കുട്ടിയച്ചൻ, എനിക്ക് തോന്നുന്ന ഇത്രയും ചെറിയ ഒരു മിഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വൈദികരുടെ ഒരു അകമ്പടിയോടുകൂടെ ഒരു ശുശ്രൂഷ ധന്യമാകുന്നത് ഇവിടെയാണ്. പ്രത്യേകിച്ച് ഈ സഭയുടെ പാർശ്വത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ കടന്നു വന്ന കേരള ഡയസിന്റെ ട്രഷറർ റവറൻ PC മാത്തുക്കുട്ടിയച്ചനെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ ക്ലർജി സെക്രട്ടറി റവറൻ TJ ബിജോയ് അച്ഛൻ നമ്മുടെ ജില്ലാ ചെയർമാൻ കൂടിയാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച രാത്രിയിൽ അച്ഛനൊരു പ്രതിനിധിയോടുകൂടെ വിളിച്ചു. ജോൺസൺ അച്ഛൻ വിളിച്ച് സംസാരിച്ച വിവരം പറയുകയുണ്ടായി. എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന പ്രിയപ്പെട്ട ചെയർമാനും ക്ലർജി സെക്രട്ടറിമാരിക്കുന്ന ബിജോയ് അച്ഛൻ തിരക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ബിജോയ് അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. ഇത്തരത്തിൽ നമുക്കൊരു സാഹചര്യം ഉണ്ടായത് ഞാൻ മുന്നമേ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പെരുമ്പാവൂർ ഇടവകയാണ്. KS കറിയാച്ചനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഡയസിന്റെ ട്രഷററായും ദീർഘകാലം മിഷൻ ബോർഡിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മിഷൻ വയലിൻ്റെ മേഖലകളിൽ ഏതു വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ പ്രിയപ്പെട്ട അച്ഛനുണ്ട്. ഇവിടെ ഈ ഭൂമി വാങ്ങുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. നമുക്കിവിടെ ശബ്ദതയുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സഭാംഗം ഇവിടെ മരണപ്പെടുന്നു. അപ്പോൾ സാധാരണ ഒഴിവത്തരത്താണ് കൊണ്ടുവന്ന ബോഡി സംസ്കരിക്കുന്നത്. എന്നാൽ എന്നോട് ഇവിടെ കമ്മിറ്റി അംഗങ്ങൾ വിളിച്ചുകൊണ്ട് അച്ഛാ ഇന്ന ആൾ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശവടക്കിൻ്റെ കാര്യങ്ങൾ നമ്മളൊരു തീരുമാനത്തിലെത്തണം, ഒഴിവത്തരത്ത് അതിനുള്ള സംവിധാനം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുപ്പിപ്പാറയിൽ തന്നെ ശവടക്ക് നടത്തിയേക്കാം. അപ്പോൾ ആകെ ഒരു അസ്വസ്ഥതയായി. അതെങ്ങനെ സാധിക്കും, ഇവിടെ സെമിത്തേരിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കുപ്പിപ്പാറ പള്ളിയുടെ തൊട്ടുമുകളിൽ ഈ പടുത വലിച്ചേറ്റിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് 2 ബോഡി നമ്മൾ അടക്കി. അപ്പോൾ ഇവിടെ ഒരു അസ്വസ്ഥതയായി. ഞാൻ നേരിട്ട് ഇവിടെ വന്നു, കാണിയെ കണ്ടു. ഈ ഊരിൻ്റെ അധിപൻ കാണിയാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കാണി നമ്മുടെ സഭാംഗമരാണ് മരണപ്പെട്ടിരിക്കുന്നു, നമുക്കിവിടെ അടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ കാണി പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഞാനൊന്ന് നോക്കട്ടെ.
എന്നാൽ തൊട്ടടുത്ത അയൽക്കാരൻ നമ്മുടെ യദോസിയാട്ടൻ അദ്ദേഹത്തിനൊരു വൈഷമ്യം ഉണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടുത്തെ കാണിയുടെയും പ്രത്യേകിച്ച് ഇവിടുത്തെ സഭാജനങ്ങളുടെയും ദേശനിവാസികളുടെയും ഒരു വലിയ സപ്പോർട്ട് നമ്മൾ നേടിയെടുത്താണ് ഇവിടെ ബോഡി സംസ്കരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മരണമുണ്ടായി. ആ ബോഡിയും ഇവിടെ മറവ് ചെയ്തു. ആ സമയത്ത് അയൽവക്കക്കാരനായ യദോസിയാട്ടൻ ചെറിയൊരു പ്രയാസം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ ഇറക്കിയതാണെങ്കിൽ ഞാനിത് മാന്തിക്കും, കളക്ടർക്ക് പരാതി കൊടുക്കുന്നു. ഇത് പരസ്യമാണ് പറയേണ്ട കാര്യം. അതുകൊണ്ട് അച്ഛന് വലിയൊരു പരിഹാരം കാണും. ഞാൻ പറഞ്ഞു, സീസൈക്കാർ മരിച്ചു ഇവിടെ പള്ളിയുടെ പുരയിടത്തിൽ സവോളയ്ക്ക്. അതുകൊണ്ട് യദോസിനോട് ഞാൻ എന്താ പരിഹാരം കാണുമെന്ന് ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, യദോസേട്ട ഞാൻ അതിനെന്താണ് പരിഹാരം കാണുന്നത്. അദ്ദേഹം ഭവനം രക്ഷിച്ചു. ഞാൻ പറഞ്ഞു, യദോസേട്ടന് പറയാൻ പണിയാണെങ്കിൽ യദോസേട്ടൻ്റെ സ്ഥലം പള്ളിയെടുക്കണം, അതല്ലേ ആവശ്യം ചെയ്തു. അതാ കാര്യം. വില എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 5 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു, നാട്ടിൽ നടപ്പുള്ള ഒരു വില പറ, അതും നമുക്ക് നോക്കാം. എന്നോട് പറഞ്ഞു, അച്ഛനൊരു വില പറ. ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപ. കാരണം എനിക്കറിയാം 15 സെന്റ് സ്ഥലമാണ് ഏകദേശം, അത് നിയമപരമായി നമുക്ക് അതിലുള്ളത്. അദ്ദേഹം പറഞ്ഞാൽ സാധിക്കുകയില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം നിയമവിരുദ്ധമായി ഇവിടെ സംസ്കാരം നടത്തിയെന്ന് പറഞ്ഞാൽ കളക്ടർക്ക് പരാതി കൊടുക്കും എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആ സമയത്ത് ജോമോൻ സാറാണ് ഇവിടുത്തെ മിസ്റ്റർ. സാറും ഓടി വണ്ടിയാണ് അവിടെ വന്നു. അച്ഛാ അദ്ദേഹം കേസിന് പോകാൻ. ഞാൻ പറഞ്ഞു, സാറ് സമാധാനപ്പെടും, കേസിന് പോയാൽ അത് സഹോദരൻ്റെ അച്ഛൻ്റെ പേരിലെ കേസുള്ളൂ, അത് ഞാൻ ഫേസ് ചെയ്തോളാം എന്ന് പറയുകയും ചെയ്തു. എന്താണ് ഇത് പിന്നീടുള്ള ഒരു നിലപാടിൽ ദൈവകൃപയാൽ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ ഭൂമി സ്വന്തമാക്കാൻ കഴിയും. അതിൻ്റെ പകുതിയിലധികം തുകയും സമയബന്ധിതമായി പ്രിയമുള്ള KS കറിയാച്ചനാണ് അതിനുവേണ്ടി പെരുമ്പാവൂരും ഇടവക മുടക്കി. ഹല്ലേലൂയ. മഹാദേവിൽ നിന്ന് 50,000 രൂപയും ഈ പള്ളിയിലെ സാധാരണക്കാരായി ഞങ്ങൾ 50,000 രൂപ കളക്ട് ചെയ്തു. 1 ലക്ഷം രൂപ ഒട്ടും ബുദ്ധിമുട്ടാതെ പ്രിയപ്പെട്ട കറിയാച്ചൻ എടുത്തു തരികയാണ്. അങ്ങനെ ഭൂമി കാണാനായിട്ട് പെരുമ്പാവൂർ ഇടവകയിൽ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛനും കമ്മച്ചിയും ഇവിടെ എത്തി. അപ്പോൾ അവിടെ പഴയൊരു വീടിരിപ്പുണ്ട്. ആ വീടൊന്ന് റെനോവേഷൻ ചെയ്യാനുള്ള ഒരു നടപടിയായി. എന്നാൽ അന്ന് വന്ന പെരുമ്പാവൂരിൽ നിന്ന് അച്ഛനോടൊപ്പം വന്ന കമ്മിറ്റിക്കാർ പറഞ്ഞു, നമുക്കൊരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി നമുക്ക് അതിൻ്റെ പുനർനിർമ്മിതി ആരംഭിക്കാം. പെരുമ്പാവൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛനും കമ്മിറ്റിയും അവർ വന്ന് ഈ സാഹചര്യം മനസ്സിലാക്കി. അവിടെ നിന്ന് വന്ന എഞ്ചിനീയർ ഒരു നിലപാട് പറഞ്ഞു, ഇത് പുതുക്കി പണിയുന്നത് നമുക്ക് ഒത്തിരി സാമ്പത്തികം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവാകും, പൊളിച്ചു കളഞ്ഞ് മറ്റൊരു വീട് ഉണ്ടാക്കുന്നതാണ് അഭികാമ്യം. ആ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട KS കറിയാച്ചനും കമ്മിറ്റിയും വളരെ ശക്തമായി ഒരു വെല്ലുവിളിയായി അവർ ഏറ്റെടുത്തു. പ്രത്യേകിച്ച് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛനും കമ്മിറ്റിയും 5,82,000 രൂപ മുതൽ മുടക്ക് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ഇവിടെ നൽകുകയുണ്ട്. ആ എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആ നിർമ്മാണം മുന്നോട്ട് പോയി കട്ടനിൽ എത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട ആന്റണി സാറ് എന്നോട് പറഞ്ഞു, അച്ഛാ നമുക്കിതൊന്ന് വാർക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ചോദിച്ചു, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ആ സമയത്ത് ഇവിടെ പള്ളിയുടെ കയ്യിൽ 80,000 രൂപ ഉണ്ട്. അപ്പോൾ ഞാനത് ബഹുമാനപ്പെട്ട കറിയാച്ചനുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി. അച്ഛനും കമ്മിറ്റിയുടെ തീരുമാനം പറഞ്ഞു, 5,82,000 രൂപ നിങ്ങൾക്ക് തരും, നിങ്ങൾ വാർക്ക് 2 നിലയോ പണിതോളാം. 5,82,000 രൂപ ഞങ്ങൾ തരും, ബാക്കി പൈസ നിങ്ങൾ എന്ത് വേണേലും നിങ്ങൾ 2 നില കെട്ടിടം വേണേലും പണിതോ, പിന്നെ ഞങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായി. പ്രത്യേകിച്ച് ആന്റണി സാറും കമ്മിറ്റിയും അതിശക്തമായി നിലപാടെടുത്തു. പെരുമ്പാവൂർ ഇടവയ്ക്കും വലിയ സന്തോഷമായി കെട്ടിടം വാർക്കുന്നൊരു തരത്തിലേക്ക് വാർത്ത കഴിഞ്ഞ പ്രിയപ്പെട്ട കറിയാച്ചനും കമ്മിറ്റികൾ ഇവിടെ എത്തി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ പോയതിന് ശേഷം ആന്റണി സാറിനെ വിളിച്ചു പറഞ്ഞാൽ, സാറേ അത് കംപ്ലീറ്റ് ടൈലിടാൻ എക്സ്ട്രാ ഒരു 40,000 രൂപ തരിക. ഹല്ലേലൂയ. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത
സഹകരണം, സാമ്പത്തിക സമാഹരണവും പ്രാർത്ഥനയും പെരുമ്പാവൂർ ഇടവകയുടെ ഒരു വലിയ സഹായമാണ്. പെരുമ്പാവൂർ സഭ നൽകിയ തുകയുടെ ഒരു പൈസ പോലും, ഇന്ന് ഒരു പൈസയ്ക്ക് വിലയില്ലെന്ന് നമുക്കറിയാം, എന്നാൽ ഒരു പൈസയ്ക്ക് പോലും ഒരു പരാജയവും വരാതെ അത് ഏറ്റവും നന്നായി പണിത് പൂർത്തീകരിക്കാൻ ദൈവം പ്രിയപ്പെട്ട ആന്റണി സാറിനും കമ്മറ്റിക്കും രൂപ കൊടുത്തു. ഇന്നലെ രാവിലെ ഞാനിവിടെ വന്ന സമയത്ത് പറഞ്ഞു, ഒഴിവത്തണം ഇടവകയുടെ പാർസനേജ് വേണം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയേക്കാം എന്ന് ഞാൻ തമാശ രൂപേണ പറയുകയും അത്ര മനോഹരം. പ്രത്യേകിച്ച് അതിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത കമ്മിറ്റി, അതിനുവേണ്ടി ശക്തിപ്പെടുത്തിയ അവൻ KS കറിയാച്ചനോട് ഈ സഭയുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, അച്ഛനിവിടെ മുൻകാലങ്ങളിൽ ഇവിടെ പല ആവൃത്തിയും ഇവിടെ സർപ്രൈസ് സ്റ്റോറിക്ക് അച്ഛൻ ഇവിടെ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അച്ഛന് ഈ മേഖലയെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടം ഈ പാർസനേജിൻ്റെ നിർമ്മാണം സ്ഥലം വാങ്ങിയ സമയം മുതൽ പെരുമ്പാവൂർ ഇടവകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പ്രേരണയാണ് ഇത്ര മനോഹരമായ ഒരു പാർസനേജ് നമുക്കിവിടെ സംജാതമാകാനും അത് അഭിനയ തിരുവേദിയാൽ പ്രതിഷ്ഠിക്കാനും സാധിച്ചത്. അതിന് എല്ലാവിധ സപ്പോർട്ടും പ്രോത്സാഹനവും കരുതലുമെല്ലാം നൽകിയ ഇടവകയുടെ വികാരി അച്ഛനായിരിക്കുന്ന റവറൻ KS കറിയാച്ചനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ആദരസൂചകമായി ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം അറിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. അതിനുവേണ്ടി പ്രിയപ്പെട്ട പ്രത്യേകിച്ച് മിഷൻ ബോർഡിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയമുള്ള ജോൺസ് അച്ഛനെയും ട്രഷററായിരിക്കുന്ന റവറൻ KC മാത്തുക്കുട്ടി അച്ഛനെയും ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മോദമുണ്ടായിട്ട് പ്രത്യേകം നമ്മുടെ പെരുമ്പാവൂർ ഇടവകയിൽ നിന്ന് പ്രിയമുള്ള റവറൻ ഡോക്ടർ ജോസ് പാനായി അച്ഛനും ഉച്ചമയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ നമുക്ക് ഏറെ സന്തോഷമാണ്. പ്രത്യേകിച്ച് പെരുമ്പാവൂർ നിന്ന് നമ്മുടെ ഈ മനോഹരമായ പാർസനേജിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുവാൻ കടന്നു വന്ന പ്രിയമുള്ള ജോസ് പാനായി അച്ഛനും ഉച്ചമയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ ബിഷപ്പ് സെക്രട്ടറി റവറൻ മാക്സി ജോൺ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ മുൻ ഇടവക വികാരി കൂടിയാണ്. അതുകൊണ്ട് ഈ മേഖലയെക്കുറിച്ച് നല്ല ധാരണകളുണ്ട്. പ്രിയപ്പെട്ട അച്ഛനെ ദൈവനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ഈസ്റ്റ് കേരള മഹാനഗരയുടെ മിഷൻ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് അതിശക്തമായിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങൾ സംജാതമാകും. അതിന് ഈ നാളുകളിൽ നേതൃത്വം കൊടുക്കുന്ന മിഷൻ ആൻഡ് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ റവറൻ PJ ജോൺസൺ അച്ഛൻ, അച്ഛൻ്റെ ചെറുപ്പകാലത്തുള്ള മിഷണറി താല്പര്യത്തെക്കുറിച്ച് അഭിനന്ദനത്തിന്മേൽ സംസാരിക്കുന്നതായി. ഈ നാളുകളിൽ വ്യത്യസ്തമായിട്ടുള്ള മിഷണറി വീക്ഷണത്തോടുകൂടെ മഹാനഗരയുടെ മിഷൻ മേഖലയിൽ ധീരമായ നേതൃത്വം കൊടുക്കുവാൻ മഹാനഗര നിയോഗിച്ചിട്ടുള്ള ഇപ്പോൾ ഇടപ്പള്ളി സെന്റ് ലൂക്സ് ഇടവകയുടെ വികാരിയച്ഛന്മാരിക്കുന്ന റവറൻ PJ ജോൺസൺ അച്ഛനെ ദൈവനാമത്തിൽ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. മിഷൻ ബോർഡിൻ്റെ സെക്രട്ടറിയാണ് റവറൻ PJ റോയ്മോൻ അച്ഛൻ. ഈ ചൊവ്വാഴ്ചയാണ് അച്ഛന്മാരെ എല്ലാം നേരിട്ട് ഈ മീറ്റിംഗിലേക്ക് പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ വരാനായിട്ട് ക്ഷണിക്കുന്നത്. എന്നാൽ ഇന്ന് അച്ഛന് മറ്റ് പ്രധാനപ്പെട്ട ഒരു തിരക്കുണ്ടായിരുന്നു. അത് മാറ്റിവെച്ച് നമ്മുടെ പാർസനേജിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ നമ്മെ അനുഗ്രഹിക്കാൻ കൊടുക്കുന്ന ഈസ്റ്റ് കേരള മഹാനഗര മിഷൻ്റെ ഡയറക്ടറായി സെക്രട്ടറി ആയിരിക്കുന്ന റവറൻ PJ റോയ്മോൻ അച്ഛനെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. കൊന്നത്തടി സഭയുടെ ജില്ലാ കേന്ദ്രമാണ് കൊന്നത്തടി. കൊന്നത്തടിയിൽ ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ കൊന്നത്തടി ഇടവകയുടെ നേതൃത്വം ഏറ്റെടുത്ത റവറൻ ജിയോജോപി നൈനാനച്ചൻ, നമ്മുടെ പ്രിയപ്പെട്ട നൈനാനച്ചൻ്റെ സ്മരണകൾ നമ്മൾ അയവിറക്കുമ്പോൾ ഇന്നും ഞാൻ ഓർക്കുന്നു, വളരെ ശക്തമായിട്ടുള്ള മിഷണറി പ്രവർത്തനം സാക്ഷ്യം വഹിച്ച നൈനാനച്ചൻ്റെ മൂത്തപുത്രൻ എന്ന നിലയിൽ
അവർ ജിയോ ജോപ്പി നയനാനസിനെ ജില്ലയിൽ കിട്ടിയത് അത് മിഷൻ മേഖലയിൽ മറ്റൊരു മുഖം സൃഷ്ടിക്കുന്നതിന് മുഖാന്തരമായി തീർച്ചെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിഷ്ഠാ ശുശ്രൂഷ വന്നാൽ സംബന്ധിച്ച പ്രിയപ്പെട്ട ജിയോ ജോപ്പി നയനാനസിനെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് ഈ ഇടവകയിൽ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് ആർ.പി. മാത്യു സാറ്, അതോടൊപ്പം തന്നെ ടി.ജെ. ജോൺസൺ സാറ്, അവര് ഇന്നലെ രാവിലെ മുതൽ കുടുംബമായി വന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സജീവമായ നേതൃത്വം നൽകി. ഇന്ന് നമുക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് മിഷണറിമാരാണ്, വേറെ ആളുകൾ അല്ല. തിന്നാനൊക്കെ കൊള്ളാച്ച സൂപ്പർ ടേസ്റ്റ്. നമുക്കറിയാം, കുറച്ചുകൂടി സഭയുടെ 25ാമത് ജൂബിലി ഉദ്ഘാടനത്തിന് ഏകദേശം 400 പരം ആളുകൾ അവിടെ പങ്കെടുത്തു. അവർക്കും ടേസ്റ്റായിട്ട് ഭക്ഷണം കൊടുത്തത് മിഷണറിമാരാണ്. പ്രത്യേകിച്ച് ഇന്നലെ മുതൽ ഇവിടെ അധ്യധ്വാനം ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റുമാര് പ്രിയമുള്ള ആർ.പി. മാത്യു സാറും കൊച്ചുമിയും, ടി.ജെ. ജോൺസൺ സാറും കൊച്ചുമിയും, അതോടൊപ്പം തന്നെ ഇവാഞ്ചലിസ്റ്റ് പി.കെ. മണിസാറ്, മറ്റ് മിഷണറി സുഹൃത്തുക്കൾ, ഈ ജില്ലയിൽ നിന്ന് കടന്നു വന്ന എല്ലാ ഉപദേശിമാരെയും മിഷണറി സുഹൃത്തുക്കളെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സഭയിലെ ശുശ്രൂഷകനാണ് ഇപ്പോൾ മഹാനവിടെ പ്രൊമോഷൻ വർക്കറുമായിരിക്കുന്ന പ്രിയമുള്ള ടി.ഡി. ജോൺസൺ സാറ് ഇന്നലെ മുതൽ വന്ന് ആ പാചകത്തിന്റെ ഒരു ഭാഗം അദ്ദേഹമാണ് പിടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ടി.ജെ. ജോൺസൺ സാറിനെയും ടി.ഡി. ജോൺസൺ സാറിനെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു. നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ആളുകളിൽ ഈ ജില്ലയിൽ ഹിന്ദി മിഷന് നേതൃത്വം കൊടുക്കുന്ന പ്രത്യേകിച്ച് സുമിത്തിനെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. പെരുമ്പാവൂർ ഇടവകയിൽ നിന്ന് പല സമയത്തും അറിയിച്ചും അറിയിക്കാതെയും അവരുടെ വന്നു. പ്രത്യേകിച്ച് നല്ലൊരു എഫക്റ്റ് പെരുമ്പാവൂർ ഇടവകയുടെ കമ്മിറ്റി ഏറ്റെടുത്തു. ഇന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും മനോഹരമായിട്ട് ഓരോ കാര്യത്തിലും കൃത്യമായ നിർദ്ദേശം നൽകിയത് പ്രിയമുള്ള പെരുമ്പാവൂർ കമ്മിറ്റിയിലെ 2 പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ കോണ്ടാക്ട്. ഒന്ന് നമ്മുടെ പ്രിയമുള്ള കൗൺസിൽ അംഗവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരിക്കുന്ന പ്രിയമുള്ള ജോബി ബ്രദർ, അതോടൊപ്പം തന്നെ നമ്മുടെ കൈക്കാരൻ പ്രിയമുള്ള ജോർജ് തോമസ് സാറിൻ്റെ മനസ്സിൽ ഓരോ ദിവസവും ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഡെവലപ്മെന്റ് അത് ഫോട്ടോ എടുത്ത് കൃത്യമായും ഇട്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ സമയത്തും ജോർജ് തോമസ് സാറ് വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് ഇവിടുത്തെ ഈ പാഴ്സലിന്റെ പ്രതിഷ്ഠ ശുശ്രൂഷ ഇവിടെ വരെ എത്തിക്കാൻ പ്രിയപ്പെട്ട സ്കറിയാച്ചനോടൊപ്പം ഓരോ സമയത്തും കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നന്നായി നിർവഹിച്ചത് ജോർജ് തോമസ് സാർ. പ്രിയപ്പെട്ട ജോർജ് തോമസ് സാറിനെയും സഹപ്രവർത്തകരെയും ചർച്ച കമ്മിറ്റി പ്രാർത്ഥനാവീരന്മാരായ ആളുകൾ സാമ്പത്തികമായി സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യും. വിവിധ സഭകളിൽ നിന്ന് വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന നമ്മുടെ സഭാവിശ്വാസികൾ, പ്രത്യേകിച്ച് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ സത്യത്തിൽ ഇന്നലെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം, ഞായറാഴ്ച വന്ന് അടിയന്തരമായിട്ട് ഇവിടെ കമ്മിറ്റി ഞാൻ പറഞ്ഞല്ലോ രാത്രിയിൽ വിളിച്ചുകൂട്ടി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഇവിടെ നിന്ന് നന്നായ രാത്രിയായിട്ടാണ് ഞാനിവിടുന്ന് പോകുന്നത്. പിന്നീട് ഉള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ഇവിടെ പ്രിയപ്പെട്ട ആന്റണി സാറിന് നമുക്ക് അറിയാം, ഡയാലിസിസ് ആഴ്ചയിൽ 2 ഡയാലിസിസും 3 ഡയാലിസിസും വിധേയനാകുന്ന വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ മുതൽ ഇതുവരെയും പ്രിയപ്പെട്ട സാറും ആന്റിയും സജീവമായി നിൽക്കുകയാണ്. പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അവര് എങ്ങനെയും ജോലി ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, ലീവ് എടുക്കാൻ അല്ല അതൊന്ന് വിശ്രമിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ആന്റണി സാറും ആന്റിയും FACTയിൽ നിന്ന് ഉയർന്ന ശമ്പളം വാങ്ങി അവർ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ദൈവവിളി കേട്ട് പ്രിയപ്പെട്ട ആന്റി BR സ്ഥലത്തും അതോടൊപ്പം തന്നെ പ്രിയമുള്ള ആന്റണി സാറ് ഒഴിവത്തടത്തേക്ക് എറണാകുളത്ത് നിന്ന് താമസം മാറ്റി ഒഴിവത്തടം സഭയുടെ സജീവമായ ഒരു നേതൃത്വം ചുമലിലേന്തും. അതങ്ങനെ പറയാൻ കാരണം വാസ്തവത്തിൽ ആന്റണി സാർ ഒഴിവത്തടത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഒഴിവത്തടത്തിന്റെ വലിയ പരാജയമാണ്. ഇവിടേക്കല്ല ആദ്യം പോകുന്നത് കൊലങ്ങാട്ടിക്കാണ്. കൊലങ്ങാട്ടിൽ കടുത്ത പ്രതിസന്ധി നിൽക്കുമ്പോൾ ആന്റണി സാർ അവിടെ ചെന്നു. നിശബ്ദനായ ഒരു കടുത്ത പോരാളിയാണ് ആന്റണി സാർ. അങ്ങനെ കൊലങ്ങാട്ടിയിൽ കഴിഞ്ഞ
2 വർഷം, 1 വർഷത്തിൻ്റെ പുറകിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 13 ലക്ഷം മുടക്കി മനോഹരമായ അൾത്താരമുണ്ട്. ഇവിടെയും വന്ന് നിശബ്ദനായ ഒരു പോരാളിയായി പ്രിയപ്പെട്ട സാറ് നിലയുറപ്പിച്ചു. വാസ്തവത്തിൽ ഇവിടെ 40 വർഷവും 50 വർഷവും സർവീസുള്ള വിദേശമാനായ അല്ലെങ്കിൽ വൈദികനായ നമ്മൾക്ക് കിട്ടാത്തതിനേക്കാൾ വലിയൊരു ഭാഗ്യം അത് ചിലപ്പോൾ ആന്റണി സാറിന് മേലുള്ള ഒരു ദൈവനിയോഗമായി ഞാനതിനെ അങ്ങനെ തന്നെ കാണുകയാണ്. കാരണം FACTയിൽ ഉയർന്ന ശമ്പളത്തിലിരിക്കുമ്പോൾ ദൈവവിളി കേട്ടു. ആ ശമ്പള സ്കെയിൽ വേണ്ടെന്ന് വെച്ച് ഒഴിവത്തടത്ത് വന്ന് ഭൂമി വാങ്ങി അദ്ദേഹം ഇവിടെ ചെറിയ പ്രാർത്ഥന ആരംഭിച്ച് അദ്ദേഹത്തെ ഇന്ന് മഹാനവയുടെ വിവിധ മിഷൻ മേഖലകളിൽ സജീവമായിട്ടുള്ള നേതൃത്വത്തിന് ദൈവം ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി, പ്രിയമുള്ള സന്തോഷ് ചേട്ടൻ, ജോളി ടീച്ചർ, അവരെ സഹോദരങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാബു ചേട്ടൻ. ഇന്നലെ മുതൽ ഇവിടെ ആർക്കും ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ട് വന്നില്ല. അതെല്ലാം എങ്കിലെങ്കിലും കുടുംബമാണ്. സമയാസമയത്ത് ഇവിടെ ഇന്നലെ ഏകദേശം 30-40 മണിക്ക് ആളുകൾ പണിയെടുത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ക്രമീകരണത്തിലേക്ക് വന്നത്. അവർക്കെല്ലാം ഇന്നലെ രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ടത്തെ അത്താഴവും കൂടെ ആ കുടുംബങ്ങളാണ് അത് സ്പോൺസർ ചെയ്തു, അത് ക്രമീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഞങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് നിർമ്മിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളെല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പെരുമ്പാവൂർ ഇടവകയുടെ വികാരിയച്ഛനായിരിക്കുന്ന അവൻ KS കറിയാച്ചന് ഞാൻ ആവശ്യപ്പെടുന്നു. അച്ഛൻ പറയുന്നതിന് മുമ്പ് ഒരുപാട് കൂടെ അച്ഛനെ കുറിച്ച് പറയട്ടെ. അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവരുടെ വിവിധ തലങ്ങളിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ അച്ഛൻ വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മിഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഡൽഹിക്ക് പോയൊരു കാര്യമാണ്. മുമ്പാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് സ്ഥലം വാങ്ങണമായിരുന്നു. സ്ഥലം വാങ്ങാനുള്ള ഇടപാടിന് വേണ്ടി അത് സ്ഥലം എഴുതി കൊടുക്കാനാണ്. നമ്മളിപ്പോൾ പറയുന്ന പോലുള്ള പൈസയൊന്നും നമുക്കില്ല. അച്ഛനാണ് അതിൻ്റെ ചുമതല കാര്യങ്ങൾ ചെയ്തത്. അടിയന്തരമായിട്ട് അത് എഴുതി മാറേണ്ട സമയമായതുകൊണ്ട് ടിക്കറ്റൊന്നും നേരത്തെ ബുക്ക് ചെയ്ത് പറ്റിയില്ല. ജയന്തി ജനതായിക്ക് ഞങ്ങൾ കയറി സാധാ ടിക്കറ്റ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിൽക്കാൻ സ്ഥലമില്ല. അതാണ് അന്നത്തെ ഒരു അവസ്ഥ. ആന്ധ്രയിൽ കൂടെ 2 പകലാണ് തുത്തൂർ എന്ന ട്രെയിനിലൂടെ ട്രെയിൻ കൊടുക്കും അന്നത്തെ കാലഘട്ടം. എറണാകുളത്ത് നിന്ന് കയറി നിൽക്കുകയാണ്. ബാഗ് ഒരു തരത്തിൽ ഒരു സ്ഥലത്ത് വെച്ചു. നിന്ന് രാത്രിയായപ്പം പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു തരത്തിൽ ഒരു 2 പേർക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം ഒഴിവായപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ മനോരമയിലാണ് കിടന്നത്, TV-യിലാണ് കിടന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്രം എടുത്ത് നോക്കും. ഇരിക്കാനാണ് പ്ലാൻ ചെയ്ത് ഇരുന്ന്. പക്ഷെ 10 കഴിയുമ്പം ഞാൻ നോക്കി 10 നല്ല ഞാൻ പറഞ്ഞത് അന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന് പോകാം. അതല്ലേ സ്ഥലം എഴുതി തരാൻ പറ്റുന്ന ആൾ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ടിക്കറ്റ് കൊടുത്ത് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ഞങ്ങളിവിടെ എന്ത് ചെയ്യണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ 3-ാം ദിവസമായപ്പോൾ ഞങ്ങൾ ചുറ്റുള്ള ആൾക്കാരെ പരിചയപ്പെട്ട് കുറച്ചുപേരൊക്കെ ഇറങ്ങി. എങ്കിലും 4 പേര് ഇരിക്കുന്ന സീറ്റിൽ 5 പേര് 6 പേര് എന്നുള്ള രീതിയിൽ ഇരിക്കാൻ സ്ഥലം കിട്ടി. ഞങ്ങൾ പോയത് ഇപ്പോൾ പോകും. അതുകൊണ്ട് മിഷനെ കുറിച്ചോ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ചോ അച്ഛനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വളരെ തീക്ഷ്ണമായ വിശേഷ ദർശനമുള്ള ഒരാളാണ് അച്ഛൻ. എനിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 83-84 കാലഘട്ടങ്ങളിൽ, അച്ഛൻ 82 കാലഘട്ടങ്ങളിൽ കാഞ്ചിയാർ സഭയിൽ അച്ഛൻ ശുശ്രൂഷകനായിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അന്നും ഇന്നും അച്ഛനെ എനിക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടിപ്പ് ടോപ്പായിട്ട് എന്ത് ചെയ്യുന്നത്. അന്നും അത് ഇന്നും അങ്ങനെയുള്ള 2-3 പേരെ നമ്മുടെ ലൈസിൽ വന്ന അച്ഛന്മാരെ കുറിച്ച് ഉള്ളതാണ് എൻ്റെ ഒരു. ഞങ്ങളൊക്കെ വളരെ പുറകിലാണ് കാര്യം. അതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനവും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ അച്ഛൻ സാധിക്കും. ഒന്ന് ജോസഫിന് അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് പെരുമ്പാവൂർ ഇടവകയ്ക്ക് ഒരു നേട്ടമാണ്. പ്രത്യേകിച്ച് ഈ മിഷൻ ഫീൽഡിൽ അദ്ദേഹത്തെ മുഴുവനായി ഭവിച്ചു. പ്രത്യേകിച്ച് അച്ഛനെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. നേതൃത്വം നൽകിയതിന്
അവർ ചെറിയൊരു ആഗ്രഹം പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സ്വയത്രാണത്തിൽ എത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത്. സ്വയത്രാണത്തിൽ എത്താറായിട്ടില്ല. കാരണം ഇതിങ്ങനെ വന്നാലും സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്തില്ല, സപ്പോർട്ടില്ലെങ്കിൽ ഈ സഭ മുമ്പോട്ട് പോകത്തില്ല, ബാധ്യതയിലേക്ക് പോകും. അത് പിന്നെ മിഷൻ ഫീൽഡിനെ പുറകോട്ടടിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് കുറച്ചാളും കൂടെ എന്ത് ചെയ്യണം, തുടരും എന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛൻ അതിനുവേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. വേറൊരു ഫീൽഡ് കിട്ടുന്നവരെ എന്ത് ചെയ്യരുത്, നിങ്ങൾ വിടരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അച്ഛൻ അത് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞത് അച്ഛൻ സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്താ മറുപടി പറയേണ്ടത്? 126-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. തിരുവേനി, സ്നേഹമുള്ള അച്ഛന്മാർ, ഞങ്ങളുടെ ഓഫീസ് ബെയറേഴ്സ്, വന്യ വൈദിക ശ്രേഷ്ഠര്, മിഷണറിമാര്, ഇവാഞ്ചലിസ്റ്റ്, പ്രിയമുള്ള അച്ഛന്മാര്, വിവിധ മിഷൻ ഫീൽഡുകളെ പ്രതികരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസ സമൂഹം, ഈടവയ്ക്ക് ധീരമായി നേതൃത്വം കൊടുക്കുന്ന ജോസഫ് അച്ഛൻ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹ വന്ദനം. തിരുമേനി ടിപ് ടോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ എല്ലാ ദിവസവും കുപ്പായം തേക്കേണ്ടത് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുന്നു. തിരുമേനി ഞങ്ങളുടെ ഡൽഹി യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഉറങ്ങിയത് വരെയാണ് തിരുമേനി പറഞ്ഞു, നിരത്തി കിടന്ന് ഉറങ്ങി. എഴുന്നേറ്റത് എങ്ങനെയാണെന്ന് തിരുമേനി പറഞ്ഞില്ല. ഞാനിങ്ങനെ കിടന്നപ്പോൾ എൻ്റെ ചെവിയിൽ നല്ല ചൂട്, പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് പോയി. ഒരു 10-12 വയസ്സിലൊരു പെങ്കൊച്ച എൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. അതവിടെ ഇരുന്ന് മൂത്രം ഒഴിച്ചു. അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ ചെവിയിൽ വന്നപ്പോഴാണ് ചൂടുവെള്ളം ഒഴിച്ചതുപോലെ എഴുന്നേറ്റ്. അതെല്ലാം മിഷൻ ശുശ്രൂഷയിൽ അനുഭവിച്ച നല്ല ഓർമ്മകളും നല്ല സാക്ഷ്യങ്ങളുമാണ്. ഞാൻ 2 വിധത്തിൽ സന്തോഷിക്കാം. ഒന്ന്, വലിയവനായിരിക്കുന്ന ദൈവം, നമ്മുടെ ചിന്തകളും നിരൂപണങ്ങളൊക്കെ ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവം. മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ സമയത്ത് ചെയ്തു തരുന്ന ഒരു ദൈവം. ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയ ദൈവം. ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല. പെരുമ്പാവൂർ ഇടവകയിൽ 1 വർഷമേ ആയുള്ള ശുശ്രൂഷയിൽ എനിക്ക് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ അർഹനല്ല. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പെരുമ്പാവൂർ ഓൾ സയൻസ് ഇടവകയ്ക്കും എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്കുമാണ്. അത് ഞാൻ അവർക്കായിട്ട് സമർപ്പിക്കും. ഈസ്റ്റ് കേരള മഹായിടവകയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഭാരതത്തിലെ മിഷൻ ചരിത്രത്തിലും പ്രത്യേകിച്ച് കേരള മിഷൻ ചരിത്രത്തിലും പെരുമ്പാവൂർ ഓൾ സയൻസ് ഇടവക ഒരു മിഷനറി സഭയാണ്. എന്ന് പറഞ്ഞാൽ ഓസ്മാസൺ സാഹിബിനാൽ ആലുവ മിഷൻ രൂപീകരിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ധീരമായ ത്യാഗോജലമായ ജീവൻ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ പുതിയ തലമുറയാണ് പെരുമ്പാവൂര് ജനവും പെരുമ്പാവൂര് ഇടവകയും. അതുകൊണ്ട് തന്നെ ഒരു മിഷണറി താല്പര്യം, മിഷണറി പ്രവർത്തനത്തോടുള്ള ഒരു ആഭിമുഖ്യം ആ സഭയ്ക്കുണ്ട് എന്നുള്ളത് ഞാൻ വരുന്നതിന് മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ട്രഷററായിരിക്കുമ്പോഴാണ് പെരുമ്പാവൂർ ഓൾ സയൻസ് ഇടവക ഉടുമ്പൻചോല മിഷൻ ഭവനവും അവിടുത്തെ പള്ളിയുടെ അറ്റകുറ്റപ്പണിയും തീർത്ത് അതിനെ ഒരു പൂർണ്ണ വളർച്ചയിലെത്തിയതിന് ശേഷം ആ മിഷണറി സപ്പോർട്ട് അവർ നിർത്തുകയും മറ്റൊരു ഫീൽഡ് എടുക്കുകയും ചെയ്തു.
അതിനു മുൻപ് തന്നെ മുരിക്കാട്ടുകുടി മിഷൻ ഫീൽഡ് അതിൻ്റെ പ്രവർത്തനത്തിൽ പെരുമ്പാവൂർ സഭ വളരെ നിർണായകമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നു. അപ്പോൾ പെരുമ്പാവൂർ സഭയുടെ ഈ മിഷണറി സഭയുടെ ചരിത്രത്തിൽ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് അവിടുത്തെ സഭയുടെ അനുദിന പ്രവർത്തനത്തോട് ചേർന്ന് പോകുന്ന ഒരു ശുശ്രൂഷയാണ്. പലരൊക്കെ വിചാരിക്കുന്നത് പോലെ പെരുമ്പാവൂർ സഭ ഒരു അത്ര സമ്പന്നമായ സഭയല്ല. മഹായിടവയിലെ മറ്റ് പല ഇടവുകളെയും സംബന്ധിച്ച് നോക്കുമ്പോൾ ഒത്തിരി ആവശ്യങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെയുണ്ട്. ഞങ്ങളുടെ വെസ്ട്രി വന്ന് കണ്ടാൽ നിന്ന് തിരിയാൻ ഇടമില്ല. സ്തോത്ര കാഴ്ച എണ്ണാൻ കമ്മിറ്റിക്കാർക്ക് മുഴുവൻ പേർക്കും ഇരിക്കാൻ കഴിയില്ല. കമ്മിറ്റി കൂടാൻ ഞങ്ങൾ സത്യത്തിൽ ഒരാൾ എഴുന്നേറ്റെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത്രയും പരിമിതി അവിടെ. പെരുമ്പാവൂർ ദൈവം അനുഗ്രഹിച്ച് വരുന്ന ധാരാളം പേർക്ക് വാഹനങ്ങളുള്ള ഒരു ഇടവകയാണ്. ഒരു ഞായറാഴ്ചയോ വിശേഷാൽ ഒരു അവസരം വരുമ്പോഴോ സ്ഥലമുണ്ടെങ്കിൽ പോലും വാഹന പാർക്കിങ്ങിന് പ്രത്യേകമായി ഒരു സ്ഥല സൗകര്യം ഇല്ല. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പഴയ മിഷൻ വീട് ഇന്നലെ ഒരാളൊക്കെ വന്ന് നോക്കി അതൊന്ന് അതിൻ്റെ ചിമ്മിനി ഇടിഞ്ഞു വീഴാറായിരിക്കുക, ലീക്ക് ചെയ്യാണ്. ഞാൻ തിരുമേനി അച്ഛനായിട്ട് അവിടെ ഇരുന്നതാണ്. സ്നേഹമുള്ള മാത്തുക്കുട്ടി അച്ഛൻ അവിടെ അച്ഛനായിട്ട് ഇരുന്നതാണ്. ഇവർക്കല്ല, ഇതിനേക്കാളൊക്കെ ഉപരി പെരുമ്പാവൂർ സഭയെ വേദനിപ്പിക്കുന്ന ഒരു വലിയ കേസ് പെരുമ്പാവൂർ കോടതിയിൽ മുനിസിപ്പൽ കോടതിയിൽ നടക്കുക. അതിന് തന്നെ ഒരു നല്ല തുക ഓരോ മാസവും ചെലവഴിക്കേണ്ടി വരുന്നു. അനുദിന ഒരു സിറ്റി പള്ളി എന്ന നിലയിൽ അനുദിന ചെലവുകളൊക്കെ വളരെയാണ്. ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഏതാണ്ട് 30ഓടടുത്ത് വിശ്വാസികൾ ഈ മിഷൻ ഫീൽഡിന് വേണ്ടി ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ മാത്രമല്ല, ഏതാണ്ട് കഴിഞ്ഞ 2021 മുതൽ ഞങ്ങൾ കണക്കുകളൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഏതാണ്ട് 41 ലക്ഷം രൂപ ഇവിടുത്തെ പ്രവർത്തകൻ്റെ ശമ്പളം ഉൾപ്പെടെ ഞങ്ങൾ തുമ്പിപ്പാറയുടെ വയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ദൈവാലയത്തിൽ നിന്നത് വളരെ വിനയത്തോടെ, അഹങ്കാരത്തോടെയല്ല, വളരെ താഴ്മയോടും വിനയത്തോടും ഞങ്ങളത് പറയുകയാണ്. ദൈവം അതിനുള്ള കരങ്ങളെ അവിടെയുള്ള ദൈവമക്കളിലൂടെ ഒരുക്കി 50 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ തന്നിട്ടുള്ള വിശ്വാസികൾ, സഭാമക്കൾ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ ഒരുവന് ചെയ്യുന്നതൊക്കെയും എനിക്കാകുന്നു ചെയ്തതെന്ന് വിശുദ്ധ ദൈവവചനം പറയും. അതുകൊണ്ട് ഞങ്ങളാൽ കഴിവോളം ആവോളം ആവശ്യമുണ്ടായിട്ട് ഞങ്ങൾ ഇല്ലായ്മയിൽ ഉള്ള സഭകളെ എക്വിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കൈത്താങ്ങലുകളാണ് ഞങ്ങൾ നൽകുന്നത്. ഞങ്ങൾക്ക് തലയ്ക്കൽ ഇവിടെ ഏറി കിട്ടിയ കാരണം ഇതോടുകൂടെ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനത്തിന് ഇവിടുത്തെ ഒരു പരിസമാപ്തി മഹായിടവ അറിയിച്ചുകൊണ്ട് നിർത്താനും ശേഷം പൈനിയറായി വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥലത്തെ പരിഗണിക്കുവാനുമുള്ളൊരു ചിന്ത കമ്മിറ്റിയിൽ ശക്തമായി ഉണ്ടാകുകയും അതേറെക്കുറെ കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ കാരണം മിഷണറി പ്രവർത്തനത്തോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് ഭാരിച്ച സെൻട്രൽ ഫണ്ടാണ്. ഈ വർഷം ഞങ്ങൾ 5 ലക്ഷത്തോളം രൂപ സെൻട്രൽ ഫണ്ടായിട്ടുണ്ട്. പ്രതിമാസം 42,000 രൂപയാണ് പുതിയ അസസ്മെൻറ്റ്. രേഖ കിട്ടിയിട്ടില്ല, എന്നാൽ ഞാൻ മനസ്സിലാക്കും അത്രത്തോളം രൂപ സെൻട്രൽ ഫണ്ടായി ഞങ്ങൾ നൽകുകയാണ്. അതിനിടയിലാണ് കേസ് അത്യാവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത്. കെട്ടിടം ഞങ്ങളുടെ പഴയ ഭാഷയിൽ ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ്. അത് പൊളിച്ചു പണിയാൻ നേരത്തെ തീരുമാനിച്ചു. മുനിസിപ്പാലിറ്റിയുടെ ചില നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് തിരുമേനിക്കും അച്ഛനൊക്കെ അറിയാം. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നം 2 മുറികൾ അവിടെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് 3 മുറികൾ. അവിടുത്തെ വാടകയ്ക്ക് ഇരിക്കുന്ന ഒരു മുറിയിൽ സ്ത്രീകളാണ്, ഒരു ആയുർവേദിക് ക്ലിനിക്കാണ്. അവിടുത്തെ സ്ത്രീകൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ്, അച്ഛാ ഒരു കാര്യം അച്ഛനോട് പറയാൻ, ഞങ്ങളുടെ ബാത്റൂം ഒന്ന് വന്ന് അച്ഛൻ കാണും. എനിക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് അങ്ങനെ പിടി കിട്ടിയില്ല. കാരണം ബാത്റൂം പുറമേ നിന്ന് നോക്കും വലിയ കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ്. അപ്പോൾ അവിടെ അവരുടെ കീ മേടിച്ച് തുറന്ന് നോക്കിയപ്പോഴാണ് വളരെ പരിമിതമാണ്. വാട്ടർ സപ്ലൈ ഉണ്ട്, പക്ഷേ വളരെ പരിമിതമായ പ്രശ്നമാണ്. അവർ പറഞ്ഞിതൊന്ന് കാര്യസിറ്റ് ഞങ്ങൾക്കൊന്ന് വൃത്തിയാക്കി തരാം. അപ്പോൾ ഞങ്ങൾക്ക് അനുദിന ആവശ്യങ്ങൾ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്, ദാരിദ്ര്യം പറയുകയല്ല, ഞങ്ങളുടെ അനുദിന ആവശ്യങ്ങൾ പെരുമ്പാവൂർ പള്ളിക്കും വളരെ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇവിടുത്തെ മനോഹരമായ ബാത്റൂംസ്. അപ്പോൾ അത്തരത്തിൽ ദൈവം സഹായിച്ചു.
അതിന് ഞങ്ങളുടെ കരങ്ങളെ ദൈവം ഉപയോഗിച്ചു എന്ന് പുകഴുവാനും പ്രശംസിക്കുവാനും ഒന്നുമില്ല. പെരുമ്പാവൂര് സഭയുടെ മനസ്സ് കലാകാലങ്ങൾ അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള അച്ഛന്മാർ ഞങ്ങൾ ഈ പോസ്റ്റ്മാൻമാരുടെ പണിയാണ് ചെയ്യും. ആരെങ്കിലും തരുന്നു, അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നു. ഞങ്ങൾക്ക് പ്രശംസ. ഞാൻ വിചാരിക്കുക ഈ ഷാള് എത്തത്തില്ല, അല്ലെങ്കിൽ എല്ലാ കമ്മിറ്റിക്കാരെ പൊതുപ്പിക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് ക്രെഡിറ്റ് ഒന്നുമില്ല. പിന്നെ ഞങ്ങളോട് സഹകരിക്കുന്ന, ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു കമ്മിറ്റി ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞങ്ങൾ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം സഭാജനങ്ങളോട് പറയുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന സഭാമക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊന്നും ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല. ഞങ്ങൾ വന്ന ജീപ്പുകാരൻ പറഞ്ഞ് 2 മണിക്ക് വേറെ ഓട്ടമുണ്ട്, ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ അവർ പൈസ കൊടുത്ത് ഒരുപാട് തീർത്ത് ഞങ്ങളെ തിരിച്ചതാണ് റോഡിൽ കൊണ്ട് വിട്ടെങ്കിലേ അവർക്ക് ഒഴിവാകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ അച്ഛന് രുചികരമായ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുകൂടെ ഓർത്തപ്പോൾ അത് ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കായിരുന്നു, മിഷണറിമാരുടെ ഒരു കാറ്ററിംഗ് സർവീസ് ഈസ്റ്റ് കേരള മഹാരാജ മിഷണറി അസോസിയേഷൻ്റെ ഒരു കാറ്ററിംഗ് സർവീസ് നൽകി മിഷൻ പ്രസ്ഥാനത്തിൻ്റെ ഫണ്ട് ശേഖരണത്തിനുള്ള ഒരു വഴി നൽകി. നമ്മുടെ ശുശ്രൂഷയെ മിടുക്കരായിട്ട് ദൈവം പല നിലകളിൽ ഉപയോഗിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബഹുമാനമുള്ള ജോസച്ചൻ എന്നോടൊപ്പം അവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനും ഈ കാര്യങ്ങളിൽ പങ്കാളിയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സംരംഭം ഇത്രയും വിജയിക്കുവാൻ ഇടയാക്കിയത് സർവശക്തനായ ദൈവമാണ്. അതിന് ഞങ്ങളെ ഒരു ചാനലായി ദൈവം ഉപയോഗിച്ചു. അതുകൊണ്ട് ഞങ്ങളെല്ലാ മഹത്വവും നന്ദിയും ദൈവത്തിന് അർപ്പിക്കുക. 2 കൂട്ടര കാര്യത്തിലാണ് നന്ദി പറയാനുള്ളത്. ഒന്ന്, ഇതിൻ്റെ പിന്നിൽ ഇത്രത്തോളം അനുഗ്രഹം നൽകിയ ദൈവത്തിൽ 3 കൂട്ടർ. രണ്ടാമത്, അതിന് സമ്മതം നൽകിയ, അനുവാദം നൽകിയ പ്രിയപ്പെട്ട എൻ്റെ ചർച്ച കമ്മിറ്റിയും എൻ്റെ സഭാമക്കളും. മൂന്നാമത്, ഈ ഇടവകയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പി.ഐ. ആൻ്റണി സാർ. ഞങ്ങളിവിടെ വേറെ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ സന്ദർശിച്ചിട്ട് അവസാനം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു പിരിയുന്ന ഒരു വാക്കുണ്ട്. സാറ് പറയും, അച്ഛൻ നമുക്ക് പ്രാർത്ഥിക്കാം, ഞാനത് പൂരിപ്പിക്കും, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. ഇത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള വിജയത്തിൻ്റെ എല്ലാ കാര്യവും. അതുകൊണ്ട് ദൈവം ഈ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ ഒരു ചാലകമായി ഉപയോഗിച്ചത് ദൈവത്തിന് നന്ദി പറയുന്നു. സാറിൻ്റെ രോഗാവസ്ഥയിൽ സാറ് ഐസിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കൊച്ചമ്മയായി വിളിച്ചു പല പ്രാവശ്യം. സാറ് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ആശുപത്രി റൂമിൽ തന്നെ വിളിക്കുമ്പോഴും സാറിൻ്റെ രോഗവിവരമല്ല പറയുന്നത്. അച്ഛാ, മിഷൻ വീടിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ തന്ന ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താതെ അതിലപ്പുറവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് എത്രയും വേഗം അത് നടത്തണം, ദൈവം കാര്യം സാധിപ്പിച്ചു തരും. അപ്പോൾ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് സാറിനെ അതിന് ഉപയോഗിച്ചു. ഇവിടെ തിരുമേനി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡ്യൂട്ടി തീർത്ത് പോകുന്ന ധാരാളം മിഷണറിമാരും ഞങ്ങളെപ്പോലുള്ളവരും ഒക്കെയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അതൊരു ശുശ്രൂഷയായി ഏറ്റെടുത്തുകൊണ്ട് ജീവൻ പണയം വെച്ചെന്ന് നമ്മൾ പറയുമല്ലോ, ജീവൻ പണയപ്പെടുത്തി. സാറ് 3 ദിവസം വരെ ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്നു, നമുക്കറിയാം. അതിലുപരി 3 ബ്ലോക്ക് ഉണ്ട്, ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു, ഇനി 2 എണ്ണത്തിന് ഡേറ്റ് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ അവധിക്ക് എല്ലാ സാധ്യതകളും അതൊന്ന് തിരുമേനിയൊന്ന് സൂചന നൽകിയാൽ മതി, അപ്പോഴേ മെഡിക്കൽ ലീവ് കൊടുക്കും. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ 10-ാം തീയതി എന്ന് ഞായറാഴ്ച രാത്രി 10:30 അടുത്താണ് എന്നോട് വിളിച്ച് അറിയിക്കുന്നത്. ഞാൻ ശനിയാഴ്ച രാത്രി ഞാനത് പറഞ്ഞു. അപ്പോൾ അന്നേരം എന്നോട് എല്ലാവരും ചോദിച്ചൊരു കാര്യം, സാറിന് ആരോഗ്യത്തോടെ ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുമോ, നമ്മളിത് ചെയ്യുന്നത് ബുദ്ധിയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ 100% ഉറപ്പ് പറഞ്ഞിരിക്കുക, പിന്നെ നമ്മളതിനകത്ത് മറ്റൊന്നും ചിന്തിക്കണം. അപ്പോൾ സാറിൻ്റെ ഉറപ്പും സാറിൻ്റെ കൈത്താങ്ങലും ശുശ്രൂഷയും ഒപ്പം കൊച്ചമ്മയും. ഇവിടെ അച്ഛനുപയോഗിച്ച വാക്ക് വളരെ കരണീയമാണ്. കാരണം കട്ടയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു, ദൈവത്തോളം സഹായിച്ചു. അതിന് ഞങ്ങൾക്ക് പോഴാനൊന്നുമില്ല, എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു. ഈ മിഷൻ ഫീൽഡിനോട് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 3 വിധത്തിൽ എനിക്ക് ബന്ധമുണ്ട്. മിഷൻ ഡയറക്ടറായിരിക്കുന്ന 3 വർഷക്കാലം പല സന്ദർഭങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് 1 വർഷം സർപ്രൈസ് ഡ്യൂട്ടി, അത് തിരുമേനിക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദാനിയൽ തിരുമേനി 1 വർഷം എന്നെ സർപ്രൈസ് ഡ്യൂട്ടി ഇവിടെ ഏൽപ്പിച്ചു. ഞാൻ വളരെ തിരുവപ്പട്ടക്കാരനായിരിക്കും, അതിന് ഔട്ട് സ്റ്റേഷൻ ഇല്ല.
ഞാൻ കൃത്യമായി ഇവിടെ വന്നതൊക്കെ ഓർക്കുന്നു. ഇവിടുത്തെ സന്തോഷം, ജോളിയും മറ്റു പ്രിയപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു. സാറിനോടൊപ്പം നിന്ന്, പിന്നിലല്ല ഒപ്പം നിന്ന് പ്രവർത്തിച്ച കമ്മിറ്റിക്കാരുടെയും സഭാമക്കളുടെയും അനുഗ്രഹീതമായ ഒരു വിജയമാണിത്. ദൈവം അവരുടെ അധ്വാനവും അവരുടെ പ്രാർത്ഥനയും അവരുടെ കണ്ണുനീരും ദൈവം കണ്ടു, ദൈവം അനുഗ്രഹിച്ചു. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം എല്ലാം നമുക്ക് സാധിപ്പിച്ചു തരും. മറ്റു തടസ്സങ്ങളെല്ലാം നീക്കി തരും. ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന നിലയിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ശവടക്കാരെയൊക്കെ അച്ഛൻ സൂചിപ്പിച്ചു. എങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാവരുമായ സന്തോഷവും ഞങ്ങളുടെ ഇവിടെ ഈ സഭ പ്രകടിപ്പിച്ച കാണിച്ച സ്നേഹത്തിന് മഹാരോഗ അർപ്പിച്ച എല്ലാ നല്ല വാക്കുകൾ, സംസാരിച്ച എല്ലാ നല്ല വാക്കുകൾക്കും പെരുമ്പാവൂർ ഇടവകയോടുള്ള മഹായിടവകയുടെ എല്ലാവിധമായ സമീപനങ്ങൾ ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ അനധിവിദൂര ഭാവിയിൽ ഇവിടെ നിന്ന് ഓരോരുത്തരും അകലെയാണ്, കൊന്നത്തടി അകലെയാണ്. അനധിവിദൂര ഭാവിയിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ സൗകര്യമുള്ള നമ്മുടെ മറ്റ് മിഷൻ വീട്ടിനെ അപേക്ഷിക്കുമ്പോൾ വളരെ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു മിഷനറി ഇടവകയായി ഈ തുമ്പിപ്പാറക്കുടി വളരട്ടെ, അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. സഭയെ പ്രതിനിധീകരിച്ചതിന് എഞ്ചിനീയറിനെ കൊണ്ടുവന്ന് പ്ലാൻ ധരിപ്പിക്കുക ഉൾപ്പെടെ ചെയ്തതെല്ലാം ജോർജ് തോമസ് കൈക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ഒരു മുസ്ലിം സഹോദരനാണ്. ഇപ്പോഴും എറണാകുളത്ത് ഗവൺമെൻറ്റിൽ PWD ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പ്ലാനൊക്കെ എടുപ്പിച്ചത് അദ്ദേഹമാണ്. അതുകൊണ്ട് സാറും ഒരു വാക്ക് പോലെ സാഹിത്യം പറയുന്നതാണ്.